സ്വാഗതം സ്റ്റുഡൻസ്. അപ്പോൾ നമ്മുടെ അടുത്തൊരു യൂണിറ്റ്, അഞ്ചാമത്തെ യൂണിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ യൂണിറ്റ് നമ്മൾ മുമ്പ് കണ്ട നാലാമത്തെ യൂണിറ്റിനേക്കാളും വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം എന്താണ്, നാലാമത്തെ യൂണിറ്റ് നമ്മൾ കണ്ടത് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ണറാണ്. പക്ഷേ ഈ ഒരു യൂണിറ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഡെത്ത് ഓഫ് എ പാർട്ണറാണ്. ഓക്കെ, സോ ഡെത്ത് ഓഫ് എ പാർട്ണർ എന്ന് പറഞ്ഞാൽ രണ്ട് കേസിൽ എന്താണ്, ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് പോവുകയാണ്. ഓക്കെ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാനായിട്ട് കൺസെപ്റ്റ് വൈസ് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ജസ്റ്റ് എന്താ പറയുക, ഞാൻ നോക്കിയിട്ട് രണ്ട് വ്യത്യാസമാണ് മെയിൻലി കാണുന്നത്. ഒന്ന്, ഈ ഒരു എമൗണ്ട് മീൻസ് ഈ പാർട്ണർക്ക് കൊടുക്കാനുള്ള പേയ്മെന്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്ന അക്കൗണ്ട് വഴിയായിരിക്കും പോകുന്നത്. രണ്ടാമത്തെ മെയിൻ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി എന്താണ് കാണാറ്, അതായത് ഒരു പാർട്ണർ റിട്ടയർ ചെയ്യുമ്പോൾ ആ പുള്ളിക്ക് ബാങ്ക് വഴി അല്ലെങ്കിൽ ബാങ്ക് വഴി പേയ്മെന്റ് എടുത്ത് സെറ്റിൽ ചെയ്യും. അല്ലെങ്കിൽ എന്താണ്, ആ പാർട്ണറുടെ ലോൺ അക്കൗണ്ടിലേക്ക് പുള്ളിക്ക് കൊടുക്കാനുള്ള എമൗണ്ട് നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് മാറ്റും. ഓക്കെ, ഇതാണ് മെയിൻലി കാണാറ്. പക്ഷെ ഇവിടെ ഒരു കേസിൽ എന്താണ്, ആ പാർട്ണർ ഇനി ഇല്ല, അപ്പൊ പുള്ളിക്ക് ഇനി ലോണായിട്ട് കൊടുക്കാൻ പറ്റില്ല, പുള്ളി മരിച്ചു പോയല്ലോ. സോ നമ്മൾ എന്താ ചെയ്യുക, ഈ എമൗണ്ട് എന്താണ്, ആ പാർട്ണറിന്റെ ലീഗൽ ഹെയർ അല്ലെങ്കിൽ അതിനെ നമ്മൾ അക്കൗണ്ടിങ് ടേംസിൽ വിളിക്കുന്ന എക്സിക്യൂട്ടർ എന്ന് പറയുന്ന ഇതിലാണ്. ഓക്കെ, സോ ആ പാർട്ണറിന്റെ എക്സിക്യൂട്ടർ കഴിയും ആ എമൗണ്ട് കിട്ടാനുള്ള ഒരു രീതിയിൽ കാണിക്കുക, അല്ലെങ്കിൽ ആ പേയ്മെന്റ് കൊടുക്കുന്നത് ആ പാർട്ണറിന്റെ എക്സിക്യൂട്ടർ എന്ന് പറയുന്ന ആൾക്കായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇതിലേക്ക് പോവാം. പിന്നെ ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ്, ഒരു ഔട്ട് ഗോയിങ് പാർട്ണറിന്റെ റൈറ്റുകളെ പറ്റിയാണ്. അതായത് പുള്ളിക്ക് പ്രോഫിറ്റിൽ ഷെയർ, അതായത് ഇപ്പൊ ഡെത്ത് എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരിക്കലും എന്താ പറയുക പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന സംഭവം ഒന്നുമല്ല. റിട്ടയർമെന്റ് വേണമെങ്കിൽ എന്താണ് നമുക്ക് പറയാം, പാർട്ണർക്ക് വേണമെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാം, ഞാൻ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനം വേണമെങ്കിൽ ഇറങ്ങാം എന്നുള്ള രീതിയിലൊക്കെ, അല്ലെങ്കിൽ പുള്ളിക്ക് ഇടയ്ക്ക് വെച്ച് ഇറങ്ങാനും ഇഷ്യൂസ് ഒന്നുമില്ല. ബട്ട് ഡെത്ത് അങ്ങനെയല്ല. ഡെത്ത് എന്താണ്, തികച്ചും അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പൊ അത് ഇപ്പോൾ എന്താണ്, ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിൽ തന്നെ സംഭവിക്കണം എന്നൊന്നുമില്ല. അടുത്തൊക്കെ മോസ്റ്റ് പ്രോബബ്ലി എന്താണ്, ഫിനാൻഷ്യൽ ഇയറിന്റെ ഇടയ്ക്ക് സംഭവിക്കുന്നതാണ്. അപ്പോൾ ആ പാർട്ണറിന്റെ മരിച്ച ആൾക്ക് അല്ലെ, മീൻസ് എക്സിക്യൂട്ടർക്ക് ഈ അതുവരെ വന്നേക്കുന്നത്, അതായത് ഇപ്പൊ ഫിനാൻഷ്യൽ ഇയറിന്റെ പകുതി വെച്ചിട്ടാണ് അദ്ദേഹം പാർട്ണർ മരിക്കുന്നതെങ്കിൽ അതുവരെയുള്ള പ്രോഫിറ്റിലും കൂടി എന്താണ് ഈ എക്സിക്യൂട്ടർ അല്ലെങ്കിൽ ആ ഓൾഡ് പാർട്ണർക്ക് അവകാശമുള്ളതാണ്. സോ ആ എമൗണ്ട് കിട്ടാൻ ഇവർക്ക് ഈ എക്സിക്യൂട്ടർക്ക് എലിജിബിൾ ആണ്. അതിന്റെ കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണെന്നാണ് ഇവിടെ മെയിൻലി പറയുന്നത്. ഓക്കെ, സോ ഓക്കെ, ഇവിടെ പറയുന്ന ഈ ഔട്ട് ഗോയിങ് പാർട്ണർക്ക് എന്താണ്, പുള്ളിയുടെ അതായത് ഇതുവരെ കിട്ടാനുള്ള ഫുൾ ഇൻക്ലൂഡിങ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ഓഫ് ഷെയർ, അതുപോലെ തന്നെ റിസർവ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള അവകാശമുണ്ട്. ഇൻ കേസ് അത് ഡ്യൂ ആവുകയാണെങ്കിൽ അത് എന്താണ്, ഒരു 6% പെർ ആനം റേറ്റിൽ പുള്ളിക്ക് ഇൻട്രസ്റ്റ് കിട്ടാനുള്ള അവകാശം കൂടി പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം വരുന്നുണ്ട്. ഓക്കെ, അതായത് വേറൊരു ഹയർ എമൗണ്ട് അവരുടെ പാർട്ണർഷിപ്പ് ഡീൽ പറയുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ആ ഒരു റേറ്റിലായിരിക്കും പുള്ളിക്ക് ഇൻട്രസ്റ്റ് കിട്ടുക. അതല്ലെങ്കിൽ ഇൻ കേസ് ദ പാർട്ണർഷിപ്പ് ഡീൽ ഈസ് സൈലന്റ് അബൌട്ട് ദി ഇൻട്രസ്റ്റ് ഫോർ ഡിലേ ഇൻ ദി സെറ്റിൽമെന്റ് ഓഫ് റിട്ടയറിംഗ് പാർട്ണർ, 6% ബൈ ഡിഫോൾട്ട് 6% ഇൻട്രസ്റ്റ് പാർട്ണർഷിപ്പ് ഫേം ആ പാർട്ണർക്ക് അല്ലെങ്കിൽ ആ പാർട്ണറിന്റെ എക്സിക്യൂട്ടർക്ക് കൊടുക്കേണ്ടതാണ്. ഓക്കെ, ഇനി സെക്ഷൻ 37 പ്രകാരം ഓക്കെ എങ്ങനെയൊക്കെ നമുക്ക് എന്താ പറയുക പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അതിനെപ്പറ്റി വേറൊരു കാൽക്കുലേഷൻ താഴെ വരുന്നുണ്ട്. സോ നമുക്കപ്പോൾ നോക്കാം. ഇനി പറയുന്നത് എന്താണ്, എമൗണ്ട് പേയബിൾ ടു ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓർ ഡെറ്റ് പാർട്ണർ, അതായത് പുള്ളിയുടെ ഡെറ്റ് പാർട്ണറിന് ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് എന്തൊക്കെ എമൗണ്ടിലാണ് അവകാശം വരുന്നത്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, പുള്ളിയുടെ എമൗണ്ട് സ്റ്റാൻഡിംഗ് ക്രെഡിറ്റ്, അതായത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന ക്യാപിറ്റൽ എമൗണ്ടിന് പുള്ളിക്ക് അവകാശമുണ്ട്. പിന്നെ എന്താണ്, ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റിന്, അതായത് പാർട്ണർഷിപ്പ് ഡേറ്റിൽ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യാം എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റും കൂടി എന്താണ് ഈ ഡിസീസ്ഡ് പാർട്ണറിന്റെ റെപ്രസെൻറ്റേറ്റീവിന് അവകാശപ്പെട്ടതാണ്. പിന്നെ ഗുഡ് വിൽ, ഫേമിന്റെ ഗുഡ് വിൽ, ഓഫ് കോഴ്സ് ഡെത്ത് ഓഫ് പാർട്ണറിന്റെ സമയത്ത് ഗുഡ് വിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും. സോ ആ ഗുഡ് വില്ലിന്റെ ഷെയറും ഈ എക്സിക്യൂട്ടർക്ക് അവകാശപ്പെട്ടതാണ്.
പിന്നെ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതും എന്താ പറയുക നമ്മൾ ഈ എക്സിക്യൂട്ടർക്ക് അലോക്കേറ്റ് ചെയ്യണം. പിന്നെന്താണ് റിവാലുവേഷൻ, അസറ്റ് ലയബിലിറ്റി റിവാല്യൂ ചെയ്യുമ്പോൾ ഉള്ള പ്രോഫിറ്റ് എക്സിക്യൂട്ടർക്ക് അവകാശപ്പെട്ടതാണ്. പിന്നെന്താണ് ഷെയർ ഓഫ് പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത്, അതായത് ആ ഡേറ്റ് എന്നാണോ അദ്ദേഹം മരിക്കുന്നത് അതുവരെയുള്ള പ്രോഫിറ്റിന്റെ ഷെയർ അതും പുള്ളിക്ക് അവകാശപ്പെട്ടതാണ്. പിന്നെന്താണ് ജോയിന്റ് ലൈഫ് പോളിസി വല്ലതും ഉണ്ടെങ്കിൽ അതും എക്സിക്യൂട്ടർക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ എന്താണ് ഇങ്ങനെ കുറെ കാര്യം ക്ലെയിം ആയിട്ട് വരുമ്പോൾ ഓഫ് കോഴ്സ് എന്താണ് അദ്ദേഹത്തിന് എന്താ പറയുക ലയബിലിറ്റി ഉണ്ടാവും. അതായത് പാർട്ണർ ആയിരുന്ന സമയത്ത് ആ പാർട്ണർ വിഡ്രോ ചെയ്തത് എമൗണ്ട്, അതുപോലെ തന്നെ അതിന്റെ ഇൻട്രസ്റ്റ്, ഡ്രോയിങ്സിന് ഇൻട്രസ്റ്റ് DD പറയുന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും എന്താണ് പുള്ളി കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ എന്താണ് റീവാലുവേഷൻ ഓഫ് അസറ്റിലെ ലോസ് പുള്ളി ബെയർ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഷെയർ ഓഫ് ലോ ഹാവ് ഒക്കേർഡ് ടിൽ ദ ഡേറ്റ് ഓഫ്, അതായത് ഇപ്പോൾ ഇൻ കേസ് പ്രോഫിറ്റ് ആണെങ്കിൽ പുള്ളിക്ക് അതിന് അവകാശമുണ്ട്. ഇൻ കേസ് ആ ഫോം ലോസിലാണെങ്കിൽ അതിന്റെ ലയബിലിറ്റിയും ഈ എക്സിക്യൂട്ടർ ബെയർ ചെയ്യേണ്ടി വരും. ഇനി എന്താണ് നമ്മുടെ പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അതായത് നമ്മൾ പറഞ്ഞു ആ ഒരു എക്സിക്യൂട്ടർക്ക് പുള്ളി ആ ഒരു പാർട്ണർ മരിക്കുന്ന വരെയുള്ള ഡേറ്റിലെ പ്രോഫിറ്റ് എന്താ പറയുക അത് അവകാശപ്പെട്ടതാണ്. ഓക്കെ, സോ ഇൻ കേസ് നിങ്ങൾ ആലോചിക്കുക, അതായത് ഒരു ഇടയ്ക്ക് ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ ഇടയ്ക്ക് പകുതി വെച്ചിട്ടാണ് ആ ഒരു പാർട്ണർ മരിക്കുന്നതെങ്കിൽ അതുവരെയുള്ള പ്രോഫിറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കുന്നത്. കാരണം നമ്മൾ യൂഷ്വലി പിയാനിലൊക്കെ എന്താണ് ഒരു ഫുൾ ഇയറിലേക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ അങ്ങനെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ 2 മെത്തേഡുകളാണ് മെയിനിലുള്ളത്. ഒന്ന് ടൈം ബേസിസിലും ഒന്ന് ടേൺ ഓവർ ബേസിസിലും. ടൈം ബേസിൽ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ അസ്യൂം ചെയ്യുകയാണ് പ്രോഫിറ്റ് എന്താണ് എപ്പോഴും യൂണിഫോംലി ആണ് അത് എന്താ പറയുക ജനറേറ്റ് ആവുന്നത്. എല്ലാ മാസവും ഓൾമോസ്റ്റ് ഏകദേശം സിമിലർ ആയിട്ടുള്ള എമൗണ്ട് ആണ് പ്രോഫിറ്റ് ആയിട്ട് വരുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രീവിയസ് ഇയറിന്റെ പ്രോഫിറ്റിന്റെ ബേസിസിൽ എത്ര മാസങ്ങൾ പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ്, അതായത് പ്രീവിയസ് ഇയറിലെ ഫുൾ പ്രോഫിറ്റ് നമ്മുടെ ഉണ്ടാവല്ലോ, അത് ഇൻറ്റു എത്ര മാസം പാർട്ണർ ജീവനോടെ ഉണ്ടായിരുന്നു ഡിവൈഡഡ് ബൈ 12. ഓക്കെ, ആ ഒരു ബേസിലായിരിക്കും നമ്മൾ ടൈം ബേസിസിൽ പ്രോഫിറ്റ് അറൈവ് ചെയ്യുക. ഇനി ടേൺ ഓവർ ബേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ടേൺ ഓവർ, അതായത് ഇപ്പോൾ ഈ പ്രോഫിറ്റ് അല്ല നമുക്കറിയാൻ പാടില്ലാത്തുള്ളൂ, നമുക്ക് ടേൺ ഓവർ അറിയായിരിക്കും. കാരണം നമ്മൾ GST ഒക്കെ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് പുള്ളി മരിക്കുന്ന ആ മാസം വരെയുള്ള ടേൺ ഓവർ നമുക്കറിയാം. അല്ലെങ്കിൽ കോമൺലി എല്ലാ ബിസിനസ്സിനും എന്താണ് അവരുടെ ടേൺ ഓവർ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കും. അപ്പൊ ടേൺ ഓവറിന്റെ ബേസിൽ ഓക്കെ, അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ഇത്രയും മാസങ്ങളിലെ ടേൺ ഓവർ, അതായത് കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റും അതുപോലെ തന്നെ അതിന്റെ ടോട്ടൽ സെയിൽസ് നമ്മൾ എടുക്കാം. എന്നിട്ട് ഇതുവരെയുള്ള സെയിൽസ് പ്രോഫിറ്റിനെ ഇതുവരെയുള്ള സെയിൽസ് മൾട്ടിപ്ലൈ ചെയ്ത് അത് ഡിവൈഡ് ബൈ ടോട്ടൽ സെയിൽസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇതുവരെയുള്ള, അതായത് പുള്ളി മരിക്കുന്ന വരെയുള്ള പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇത് ആക്യുറേറ്റ് ആയിരിക്കില്ല, ബട്ട് ഓൾമോസ്റ്റ് എന്താ പറയുക ഒരു റിലയബിൾ ആയിട്ട് ലോജിക്കലി നമ്മൾ എന്താ പറയുക ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെന്താണ് ജോയിന്റ് ലൈഫ് പോളിസി വരുമ്പോഴുള്ള ട്രാൻസാക്ഷൻസ്. ഇത് നമ്മൾ ഓൾറെഡി എന്താണ് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചാണ്, ആ സെയിം സംഭവങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് മെത്തേഡ് പറയുന്നത് ഇഫ് ജോയിന്റ് ലൈഫ് പോളിസി ഡസ് നോട്ട് അപ്പിയർ, ബാലൻസ് ഷീറ്റിൽ അങ്ങനെ ഒരു ജോയിന്റ് ലൈഫ് പോളിസി എന്ന് പറയുന്നത് അപ്പിയർ ചെയ്യുന്നില്ല. അതായത് നമ്മൾ പ്രീമിയം അടയ്ക്കുന്നു, അത് പേ ആൻഡിലേക്ക് നമ്മൾ മാറ്റി എക്സ്പെൻസ് ഓഫ് ചെയ്ത് കളയുകയാണ്. സോ ഇങ്ങനത്തെ ഉള്ള കേസിൽ എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് മീൻസ് ഇതിൽ ഈ പാർട്ണർ മരിക്കുമ്പോൾ എന്താണ് ഈ ജോയിന്റ് ലൈഫ് പോളിസി എത്ര എമൗണ്ടിനാണ് പോളിസി നമ്മൾ കൂടിയത് അത്ര എമൗണ്ട് നമുക്ക് കിട്ടുമല്ലോ, അതെങ്ങനെയാണ് നമ്മൾ ജേർണലൈസ് ചെയ്യണമെന്നാണ്. അപ്പോൾ ബാങ്കിൽ നിന്ന് എമൗണ്ട് വരും, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ജോയിന്റ് ലൈഫ് പോളിസി 1 lakh വെച്ചിട്ട് നമുക്ക് കിട്ടും. ഇത് ജോയിന്റ് ലൈഫ് പോളിസി ആയതുകൊണ്ട് എല്ലാ പാർട്ണർക്കും അവകാശമുണ്ട്. സോ അതെന്താണ് ഹോൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഈ ജോയിന്റ് ലൈഫ് പോളിസി അക്കൗണ്ട് ഓരോ ക്യാപിറ്റലിനും എന്താ പറയുക ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഈ പറയുന്നത് ഇഫ് ജോയിന്റ് ലൈഫ് പോളിസി അപ്പിയർ ഇൻ ബാലൻസ് ഷീറ്റ് അറ്റ് സറണ്ടർ വാല്യൂ ദെൻ ദി ഫേം വിൽ ഗെയിൻ ഓൺ ദ ഡെത്ത് ഓഫ് പാർട്ണർ. അതായത് സറണ്ടർ വാല്യൂ എന്താണ് നമ്മൾ ജോയിന്റ് ലൈഫ് പോളിസി എന്ന് പറയുന്ന അക്കൗണ്ടിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കേസിൽ ഫുൾ എമൗണ്ട് നമുക്ക് പാർട്ണർ കിട്ടുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് ചോദിക്കാം. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പറയുന്നത് ABC പാർട്ണർഷിപ്പ് ഫേമിലാണ് അവർ 5:3:2 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. ഇവരൊരു ജോയിന്റ് ലൈഫ് പോളിസി എടുത്ത് 1 lakh അത് ബാലൻസ് ഷീറ്റിൽ സറണ്ടർ വാല്യൂ ആയിട്ട് 10,000 ആയിട്ട് ഓൾറെഡി വരുന്നുണ്ട്.
അപ്പോൾ ഓൾറെഡി 10,000 എന്താ പറയുക പോളിസി വാല്യൂ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എ ഡൈ ചെയ്ത എന്താ പറയുക ഫേമിന് 1 lakh കിട്ടും. അതിന്റെ ജനറൽ എൻട്രി എങ്ങനെയാണ്? അപ്പോൾ 1 lakh ബാങ്കിലേക്ക് വന്നു, ബാങ്ക് ഓൺ ഡെബിറ്റ് ടു ജോയിൻ ലൈഫ് പോളിസി 1 lakh വന്നു. പക്ഷെ എന്താണ് ഓൾറെഡി ഇതിന് എന്താ പറയുക ക്രെഡിറ്റില് അല്ല ഓൾറെഡി ഡെബിറ്റില് 10,000 കിടക്കുന്നുണ്ട്. അപ്പൊ നെറ്റ് എമൗണ്ട് അതായത് 90,000 എന്താ പറയുക പാർട്ട്നേഴ്സിന് നമുക്ക് ഇതിൽ നിന്ന് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ജോയിൻ ലൈഫ് പോളിസി അക്കൗണ്ട് ഡെബിറ്റ് 90,000 ടു പാർട്ട്നേഴ്സ് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയില് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഇനി പറയുന്നത് നമ്മൾ എന്താണ് മൂന്നാമത്തെ ഒരു കേസ് പറഞ്ഞില്ലേ, അതായത് ജോയിന്റ് പോളിസി റിസർവ് കീപ്പ് ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ ഉള്ള കേസിൽ എന്താണ് ഈ 10,000 എന്താണ് ജോയിന്റ് റിസർവിലായിരിക്കും കിടക്കുന്നത്. സോ അതെങ്ങനെയാന്ന് നോക്കാം. അപ്പൊ നമ്മൾ എന്താണ് ബാങ്ക് ഓൺ ഡെബിറ്റ് ടു ജോയിൻ ലൈഫ് പോളിസി 10 lakh അല്ല 1 lakh നമുക്ക് കിട്ടിയതായിട്ട് എഴുതും. പിന്നെന്താണ് ജോയിൻ ലൈഫ് പോളിസി അക്കൗണ്ടിൽ 90,000 ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് ആ ബാലൻസ് ജോയിൻ ലൈഫ് പോളിസി അക്കൗണ്ട് ഡെബിറ്റ് 90,000 ടു ഓരോ പാർട്ട്നേഴ്സിന് ഓൾഡ് പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞ് എന്ത് റിസർവ്സും സർപ്ലസും ഉണ്ടെങ്കിൽ അതും എന്താ പറയുക ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ജോയിൻ ലൈഫ് പോളിസി റിസർവ് എന്താണ് അത് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കിടക്കുന്നുണ്ട്. അത് എന്താണ് നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിന് പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിൽ അതിന്റെ ബാലൻസ് 10,000 ആയിരിക്കും. അത് ഓൾഡ് പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇനി പറയുന്നത് സ്പെഷ്യൽ ആണ്, അതായത് ഇൻ കേസ് ഓഫ് ഡെത്ത് സെപ്പറേറ്റ് ലൈഫ് പോളിസി ആണെങ്കിൽ അതിന്റെ ജേർണൽ എൻട്രീസ് ആണ് പറയുന്നത്. അത് ജസ്റ്റ് വായിച്ചു നോക്കുക, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ പറയുന്നതാണ് പേയ്മെന്റ് കേസാണ്, അതായത് ഡെത്ത് ഓഫ് പാർട്ണർ ആ ഡിസീസ്ഡ് പാർട്ണറിന്റെ ലീഗൽ ഹെയറിനുള്ള പേയ്മെന്റ് എങ്ങനെയാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ അതെങ്ങനെയാണെന്നാണ് പറയുന്നത്. അതിന്റെ ജേർണൽ എൻട്രി വരെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇത്ര എമൗണ്ട്. അതായത് ഇതെന്ന് പറഞ്ഞാൽ എന്താണ് ഷെയർ പ്രോഫിറ്റിന്റെ ഷെയർ ആണ്. നമ്മൾ എന്താണ് പറഞ്ഞത് നേരത്തെ ഇയറിന്റെ പകുതി വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നതെങ്കിൽ അത് പ്രോഫിറ്റ് നമ്മൾ എന്താ പറയുക ആ പാർട്ണർക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, സോ അങ്ങനത്തെ ഒരു കേസിൽ അതായത് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇപ്പൊ ഒരു ഏപ്രിൽ മുതൽ മാർച്ച് വരെയാണ് ഫിനാൻഷ്യൽ ഇയർ. അപ്പൊ ഒരു ജൂണിലോ ജൂലൈയിലാണ് ഈ പാർട്ണർ മരിക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു 3 മാസത്തെ പ്രോഫിറ്റ് നമുക്ക് എന്താണ് നമുക്ക് ആക്ച്വലി നമ്മൾ എന്താണ് യൂഷ്വലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. പക്ഷെ ഈ ഒരു 3 മാസം ആകുമ്പോൾ നമ്മുടെ P&L റെഡി ആയിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് എന്ന് പറയുന്ന അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ടിൽ നിന്ന് പ്രോഫിറ്റിന്റെ എമൗണ്ട് ടു ഏത് പാർട്ണറാണോ ആ പാർട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇയർ എൻഡ് ആവുമല്ലോ, ഇയർ എൻഡ് ആവുമ്പോൾ നമ്മൾ P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമല്ലോ. അപ്പോൾ ആ സമയത്ത് P&L അക്കൗണ്ടിലേക്ക് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ടിന്റെ ബാലൻസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്താ പറയുക പ്രോഫിറ്റ് ആ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമുക്ക് ഇല്ലസ്ട്രേഷൻ വന്ന് നോക്കാം. അതായത് ഫോളോയിങ് ഒരു ബാലൻസ് ഷീറ്റാണ്. ഓമാൻ കമ്പനി എന്ന് പറയുന്ന കമ്പനിയുടെ ബാലൻസ് ഷീറ്റ്, ഫേമിന്റെ ബാലൻസ് ഷീറ്റാണ്. അതിൽ XYZ എന്ന് 3 പാർട്ട്നേഴ്സ് ഉണ്ട്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 1:2:2 എന്ന് പറഞ്ഞ റേഷ്യോ ആയിരുന്നു. ഇതിൽ ഇസഡ് മരിച്ചുപോയി, പുള്ളിയുടെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യണം. അപ്പോൾ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. പിന്നെ ഗുഡ് വിൽ എന്താണ് 2 വർഷത്തെ പർച്ചേസിന്റെ ബേസിൽ 3 ഇയേഴ്സിലെ പർച്ചേസ് ആവറേജ് പ്രോഫിറ്റിന്റെ ബേസിൽ 2 years പർച്ചേസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ഗുഡ് വിൽ കണ്ടുപിടിക്കാൻ. അതിനുവേണ്ടി എന്താണ് നമുക്ക് പ്രോഫിറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെന്താണ് ഇവിടെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ട്. ഡ്യൂറിങ് ദി ഇയർ, അതായത് 31/3/2022. ഓക്കെ, അതായത് ഈ 30,000 പ്രോഫിറ്റില് ഒരു 40,000 കാർ പർച്ചേസ് ചെയ്തായിരുന്നു. പക്ഷെ അതെന്താണ് ട്രാവലിംഗ് എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ ഇട്ടത്. അപ്പോൾ ഈ 30,000 കൂടെ ഈ 40,000 ആഡ് ബാക്ക് ചെയ്യണം. എന്നിട്ട് എന്താണ് ആ കാറിന് ഡിപ്രിസിയേഷൻ ഉണ്ട്. അപ്പോൾ ആ ഡിപ്രിസിയേഷൻ 20% മാത്രമേ അതിൽ നിന്ന് കുറയ്ക്കേണ്ട കാര്യമായിട്ടുള്ളൂ. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ് അതർ വാല്യൂ ഓഫ് അസറ്റ്സ്, ബാക്കി അസറ്റ്സിൻ്റെ ഇത് പറയുന്നുണ്ട്. ഇൻവെന്ററി, ബിൽഡിംഗ്, കമ്പ്യൂട്ടർ, അതായത് റീവാലുവേഷൻ, അസറ്റിന്റെ റീവാലുവേഷനെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ അടുത്ത് പറയുന്നത് എന്തൊക്കെയാണ്, ഒന്ന് ഗുഡ് വില് കണ്ടുപിടിക്കാൻ, അതുപോലെ തന്നെ പ്രോഫിറ്റ് ഇസഡിന്റെ ഷെയറും പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് 1st April 2022 മുതൽ 31st December 2022 വരെയുള്ള പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ആദ്യത്തെ പറയുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. ഗുഡ് വില്ലും ഇസഡിന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റും. അപ്പോൾ ആദ്യം എന്താണ് ആവറേജ് പ്രോഫിറ്റ് 31/3/2022 വരെയുള്ള ആവറേജ് പ്രോഫിറ്റ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക.
അത് 30,000 ആണെന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് എന്താണ് കാറ്, അതായത് റോങ്ലി എന്ന് പറയുക എക്സ്പെൻസ് ഓഫ് ചെയ്ത കാറിനെ നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ 20% ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്ത് ആ ഡിപ്രിസിയേഷൻ എമൗണ്ട് ലെസ് ചെയ്ത് കാണിക്കുന്നു. സോ 32,000 എന്താണ് നമ്മുടെ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ബാക്ക് ചെയ്യണം. സോ 62,000 എന്ത് പറയുക 22 പ്രോഫിറ്റ് ആയിട്ട് വരിക. ഇനി എന്താണ് നമ്മുടെ കഴിഞ്ഞ 3 കൊല്ലത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ടല്ലോ, അത് നമ്മൾ എടുത്ത് ചെയ്താൽ അത് എടുത്ത് ചെയ്തപ്പോൾ എന്താണ് ഫസ്റ്റ് 2 ഇയർ തന്നേക്കുന്നത് എഴുതാം, സെക്കൻഡ് ഇയറിൽ എന്താണ് ഈ 62,000 വേണം എഴുതാം. സോറി, തേർഡ് ഇയറിൽ ഈ 62,000 വേണം നമ്മൾ താഴത്തേക്ക് എടുത്ത് എഴുതാൻ. സോ ടോട്ടൽ നമുക്ക് എന്താണ് 70,000 കിട്ടും. ഇത് 3 ഇയേഴ്സിലേക്ക് ആകുമ്പോൾ ആവറേജ് 24,000 ആയിരിക്കും വരുന്നത് ആവറേജ് പ്രോഫിറ്റ്. ഇതെന്താണ് 2 കൊല്ലത്തെ പർച്ചേസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24,000 × 2 അപ്പോൾ 48,000 ആണ് നമുക്ക് എന്ത് പറയുക പർച്ചേസ് ആയിട്ട് കിട്ടുക. ഇനി ഇസന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എങ്ങനെയാണ്, അതായത് പ്രീവിയസ് ഇയർ ഇൻറ്റു എന്താ പറയുക പ്രീവിയസ് ഇയർ ഇൻറ്റു പീരിയഡ് ഓഫ് ഇസഡ് ബിക്കമിങ് ദ പാർട്ട്ണർ ഓഫ് ദി ഫേം ഇൻ 2022-23 ഫിനാൻഷ്യൽ ഇയറിൽ ഇസഡ് എത്ര നാൾ പാർട്ട്ണറായി എന്നുള്ളത് നോക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ഏപ്രിൽ മുതൽ ഡിസംബർ 31 വരെയാണ്. അപ്പോൾ ഏകദേശം 9 മാസമാണ് അദ്ദേഹം പാർട്ട്ണറായിട്ട് വരുന്നത്. സോ 24,000 × 9/12 അല്ല ഓക്കെ 9/12 ഇൻറ്റു ഇസന്റെ ഷെയർ എന്ന് പറയുന്നത് 2/5 ആണ്. അപ്പോൾ 2/5 കൂടി നമ്മൾ കടുക്കുക. സോ പുള്ളിയുടെ ഷെയർ ആയിട്ട് വരുന്നത് 7,200 ആയിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞ്. ഇനി എന്താണ് റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ റിവാലുവേഷൻ അക്കൗണ്ടിൽ എന്തൊക്കെയാണ് വരുന്നത്, റിവാല്യൂ അയക്കുന്നത് ഒന്ന് എന്താണ് നമ്മുടെ കാർ എന്ന് പറയുന്ന ഒരു ഇതിന് ഡിപ്രിസിയേഷൻ വന്നിട്ടുണ്ട്. സോ അത് ക്രെഡിറ്റ് സൈഡിലേക്ക് വരും. പിന്നെ എന്താണ് ബിൽഡിംഗ് അക്കൗണ്ട് 20,000 ആയിട്ടുണ്ട്. ഓക്കെ, അതായത് 1 lakh നമ്മുടെ ബുക്സിൽ ഉണ്ടായിരുന്നത് 1,20,000 ആണ്, പക്ഷെ ഇപ്പോൾ 1,40,000 ആയിട്ടുണ്ട്. ഓക്കെ, സോ അത് എന്താണ് ക്രെഡിറ്റിലേക്ക് വരും, കാരണം അതും കൂടിയിട്ടുള്ളതുകൊണ്ട്. ഇനി എന്താണ് ഇൻവെൻട്രി അക്കൗണ്ട്, ഇൻവെൻട്രിയുടെ എമൗണ്ട് കുറഞ്ഞിട്ടുണ്ട് 4,000. സോ അത് ഡെബിറ്റിലേക്ക് വരും. കമ്പ്യൂട്ടറിന് എമൗണ്ട് 30,000 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിന്റെ വാല്യൂ 4,000 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇത് എന്താണ് നെറ്റ് ഇതായിട്ട് വരുമ്പോൾ പ്രോഫിറ്റ് 9,200 വരും. അത് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി എന്താണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ് അടുത്ത് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്ത് വരും, ഓപ്പണിംഗ് ബാലൻസ് തന്നേക്കുന്നത് നമ്മൾ അടുത്ത് ചെയ്താൽ. പിന്നെ എന്താണ് ജനറൽ റിസർവ് ഉണ്ട്, അത് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താണ് ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് ഉണ്ട് അല്ലേ, ഗുഡ് വില്ല് നമ്മളിവിടെ ഓൾറെഡി കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എത്രയാണ് 48,000 ആണ്. അതിൻ്റെ 2/5 വരുമ്പോൾ 19,200 എന്താണ് ഈ സെറ്റിന് അവൈലബിൾ ആയിട്ട് വരും. അത് എക്സിൻ്റെയും വൈയുടെ എന്താ പറയുക ഗെയിനിങ് റേഷ്യോ എന്ന് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഓക്കെ, പിന്നെന്താണ് റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് വന്നേക്കുന്നത് നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് എടുത്ത് ചെയ്തു. പിന്നെ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഒരു സസ്പെൻസ് അക്കൗണ്ട്, അതെന്താണ് അത് വേറൊന്നുമല്ല, നമ്മൾ പ്രോഫിറ്റ് കണ്ടല്ലോ, നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് ഇസഡിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ്, അതായത് ആ 9 മാസത്തെ ഇസഡിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ്, അതെന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് വഴിയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. എന്നിട്ട് ആദ്യത്തെ ഇയർ എൻഡ്, അതായത് 31 March 2023 ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് എന്നാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോകും. സോ ഇനി എന്താണ് ബാലൻസ് ഓഫ് ചെയ്യുക. അപ്പോൾ ബാലൻസ് ഓഫ് ചെയ്യുമ്പോൾ ഇസഡിൻ്റെ എക്സിക്യൂട്ടർ, ഇസഡ് മരിച്ചു, അപ്പോൾ ഇസഡിൻ്റെ എക്സിക്യൂട്ടറിന് ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് ആയ 1,22,080 കിട്ടാനുള്ള രീതിയിൽ നമ്മൾ കാണിക്കുന്നു. പിന്നെ എന്താണ് ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് ബാലൻസ് എത്രയാണോ അത് നമ്മൾ കീപ്പ് ചെയ്യുന്നു. എന്നിട്ട് എന്നാൽ ഇത് വെച്ചിട്ട് നമ്മൾ എന്താണ് ബാലൻസ് ഷീറ്റ് നമുക്ക് സുഖമായിട്ട് പ്രിപ്പയർ ചെയ്യാം. റീവാല്യൂഡ് അസറ്റ്സിൻ്റെയൊക്കെ വാല്യൂ കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ എന്താണ് ഒരു കാര്യം കൂടി വരും, ഇവിടെ അസറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ടും കൂടി കയറി വരും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ലോണിന് പകരം എന്താണ് ഇവിടെ ഇസഡ് എക്സിക്യൂട്ടർ അക്കൗണ്ട് ആയിരിക്കും വരുന്നത്. നമ്മൾ എന്താണ് റിട്ടയർമെൻറ്റ് സമയത്ത് പറഞ്ഞിട്ട് ലോൺ അക്കൗണ്ട് എന്നാണ് കാണിച്ചത്, പക്ഷേ ഇവിടെ ഇസഡിൻ്റെ എക്സിക്യൂട്ടർ അക്കൗണ്ടാണ് പുള്ളിക്ക് കൊടുക്കാനുള്ള പൈസ ആയിട്ട് വരും. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ജസ്റ്റ് എന്താ പറയുക വീട്ടിൽ ചെയ്ത് നോക്കുക. സോ അടുത്തതെന്ന് പറഞ്ഞാൽ ഇലസ്ട്രേഷൻ 2 ആണ്. അതിൽ പറയുന്നതാണ് ഒരു പാർട്ണർഷിപ്പ് ഫേം ഉണ്ട്, 3 പാർട്ട്നേഴ്സാണ് ABC. അവരെന്താണ് 1/2 1/4 1/4 ഈ ഒരു റേഷ്യോയിലാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. ഫിക്സഡ് ക്യാപിറ്റൽ 10,000 ആണ്, 6,000 വെച്ച് വരും, 10,000 6,000 4,000 വെച്ച് വരും. അങ്ങനെ ടോട്ടൽ 20,000 ആണ് ഇവരുടെ ക്യാപിറ്റൽ വരുന്നത്.
പാർട്ണർക്ക് എന്താണ് 10% പെർ ആനം ബേസിൽ ഫിക്സഡ് ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ് പ്രോഫിറ്റും അൺഡ്രോ ചെയ്ത് അതുപോലെ തന്നെ ഡ്രോയിങ്സിനും എന്താ പറയുക ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നില്ല. പിന്നെ എന്താണ് ഡെത്ത് ഓഫ് എ പാർട്ണർ ഗുഡ് വില്ല് വാല്യൂ ചെയ്യണം. അതെങ്ങനെയാണ് 2 years പർച്ചേസിന്റെ ബേസിലാണ് ആവറേജ് നെറ്റ് പ്രോഫിറ്റ്. 3 yearsലെ ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ആണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കേണ്ടത്. പിന്നെ എന്താണ് ഇതിന്റെ പേയ്മെന്റ് കൊടുക്കുന്നത് 31st December, ഡെത്ത് ഓഫ് പാർട്ണർ കഴിഞ്ഞിട്ട് വരുന്നത് 31st Decemberനായിരിക്കും. പിന്നെ ഇൻഷുറൻസ് പോളിസി 10,000 ആണെന്ന് പറയുന്നുണ്ട്. എന്താണ് ഇൻഡിവിജ്വൽ ഓരോ പാർട്ണറിന്റെ പേരിലാണ് എടുത്തേക്കുന്നത്. പ്രീമിയം ചാർജ് ചെയ്തേക്കുന്നത് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം ആണ്. പിന്നെ എന്താണ് ഡെത്ത് ഓഫ് എ പാർട്ണർ ഈസ് ക്രെഡിറ്റ്, അതായത് പുള്ളിയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാര്യങ്ങളൊക്കെ പുള്ളിക്ക് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ പോളിസിയുടെ എമൗണ്ടും ഗുഡ് വില്ലും നമ്മൾ എന്താണ് ഡിസീസ്ഡ് പാർട്ണർക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് ഗുഡ്സ് ക്ലോസ് ചെയ്യുന്നത് 31st Decemberനായിരിക്കും. എ എന്ന് പറയുന്ന പാർട്ണർ എന്ത് ചെയ്തു 30th September മരിച്ചുപോയി. അദ്ദേഹം എന്താണ് എമൗണ്ട് 31st December പുള്ളിക്ക് കൊടുക്കാനുള്ളത് പുള്ളിയുടെ ക്യാപിറ്റലുള്ള എമൗണ്ട് 450 rupees മാത്രമാണ്. പിന്നെ അതുപോലെ തന്നെ പുള്ളി ഇതുവരെ വിഡ്രോ ചെയ്തേക്കുന്നത്, അതായത് ആ ഒരു ഡേറ്റ്, അതായത് ഓപ്പണിംഗ് മുതൽ ഇതുവരെയുള്ള ഡേറ്റ് വരെ വിഡ്രോ ചെയ്തേക്കുന്നത് 3,000 rupees ആണ്. അൺറെക്കോർഡ് ലയബിലിറ്റി ആയി 2,000 നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. ഇതെന്താണ് ഇത് നമ്മളിപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്ത് അത് പേ ഓഫ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് ട്രേഡിംഗ് റിസൾട്ട്, ഫേമിൻ്റെ കഴിഞ്ഞ പോലത്തെ ട്രേഡിംഗ് റിസൾട്ട്സ് ഒക്കെയാണ് പറയുന്നത്. 2019 പ്രോഫിറ്റ് 9,640 ആണ്, 2020 6,750, 2021 7,640, പിന്നെ വരുന്നത് പ്രോഫിറ്റ് 3,670 ആണ് വരുന്നത്. സറണ്ടർ വാല്യൂ എന്ന് പറയുന്നത് 20% ആണെന്ന് പറയുന്നുണ്ട്. സമ്മേഷർ ചെയ്തേക്കുന്നതിൻ്റെ 20% ആണ്. നമ്മുടെ അടുത്ത് എന്താണ് എയുടെ ലീഗൽ റെപ്രസെൻറ്റേഷന് കൊടുക്കാനുള്ളതിൻ്റെയൊക്കെ ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. സോ എന്താണ് ആദ്യം എയുടെ അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. പുള്ളിയുടെ ബാലൻസ് 10,000 ആണ് വരുന്നത്. പിന്നെ എന്താണ് കറണ്ട് അക്കൗണ്ടിൽ എന്താണ് 3,000 എന്ന് പറയുന്നത് എന്താണ് പുള്ളിയുടെ ഡ്രോയിങ്സ് ആണ്. അതിൽ നിന്ന് 450 കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഓൾറെഡി ഡെബിറ്റ് ബാലൻസ് ആണ്, അതിൽ നിന്ന് 450 കുറയ്ക്കുമ്പോൾ നമ്മൾ എന്താണ് കറണ്ട് അക്കൗണ്ടിൽ 2,550 ആണ് വരിക. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്ന് വരേണ്ട എമൗണ്ട്സ് ഒന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പിന്നെ ഷെയർ ഓഫ് പ്രോഫിറ്റ്, പിന്നെ ഗുഡ് വില്ലിൻ്റെ എമൗണ്ട്, പിന്നെ ഇൻഷുറൻസ് പോളിസി. ഇൻഷുറൻസ് പോളിസി 10,000 ആണ്. അത് ഓരോ പാർട്ണറിന്റെ പേരിലാണ് എടുത്തേക്കുന്നത്. പക്ഷെ സറണ്ടർ വാല്യൂ 20,000 ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇവിടെ ഇനി എന്താണ് ഗുഡ് വില്ലിൻ്റെയും പിന്നെ എന്താണ് ആ സെപ്പറേറ്റ് ലൈഫ് പോളിസിയുടെ കമ്പ്യൂട്ടേഷൻ തന്നിട്ടുണ്ട്. സോ നമുക്കത് നോക്കാം. അതായത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, ബിഫോർ ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ക്യാപിറ്റലിന് മുമ്പുള്ള പ്രോഫിറ്റ് ആണ് ഇവിടെ തന്നേക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് നമ്മൾ അതിൽ നിന്ന് കുറയ്ക്കാനുണ്ട്. സോ എന്താണ് നമ്മുടെ പ്രോഫിറ്റ് കാര്യങ്ങൾ എടുത്ത് എഴുതുക. അതിൽ നിന്ന് 2,000 വെച്ചിട്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറയ്ക്കുക. അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് നമുക്കിവിടെ കിട്ടും. ഇതിൻ്റെ ടോട്ടൽ എടുക്കുക, ഇതിൻ്റെ ആവറേജ് 3 years എടുക്കുക, അത് ഇൻറ്റു 12,000 ആണ് നമ്മുടെ ഗുഡ് വില്ല് വരുന്നത്. ഇതിൽ എയുടെ ഷെയർ എന്ന് പറയുന്നത് 6,000 ആയിരിക്കും, 1/2 ആണ്. സോ 6,000 ആണ് എയുടെ ഷെയർ. ഓക്കെ, സോ ഈ 6,000 rupees എന്താണ് എയുടെ ക്യാപിറ്റലിൽ നമ്മൾ കാണിക്കേണ്ടത്, ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താണ് വരുന്നത് ഇനി പ്രോഫിറ്റ്, ലൈഫ് പോളിസിയിലുള്ള പ്രോഫിറ്റ് ആണ് വരുന്നത്. ഓക്കെ, അതിൽ എയുടെ പോളിസിക്ക് 10,000 ആണ് വരുന്നത്. പക്ഷെ എന്താണ് ബിക്കും സിയുടെയും പോളിസിക്ക് സറണ്ടർ വാല്യൂ വരുമ്പോൾ 4,000 വെച്ച് കുറയാനുണ്ട്, അല്ല 4,000 കൂടെയും വേണം. അപ്പോൾ 14,000 ആണ് വരുന്നത്. ഇത് ടോട്ടൽ വയ്ക്കുമ്പോൾ അതായത് സറണ്ടർ വാല്യൂ എയുടെയും സിയുടെയും പോളിസിയുടെ സറണ്ടർ വാല്യൂ 2,000 വെച്ച് വരുമ്പോൾ 4,000 വരും. പിന്നെ എയുടെ പോളിസിയുടെ ടോട്ടൽ വാല്യൂ അങ്ങനെയാണ് 10,000 വരുന്നത്. ഓക്കെ, അങ്ങനെ ടോട്ടൽ ചെയ്യുമ്പോൾ എന്താണ് 14,000. ഇതിന്റെ പകുതിയാണ് എന്താ പറയുക എക്ക് കിട്ടാൻ പോകുന്നത്. സോ 7,000, കാരണം പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിലാണ് കിട്ടാൻ പോകുന്നത്. സോ 7,000 ആയിരിക്കും എയുടെ ഷെയർ ആയിട്ട് വരുന്നത്. ഇനി 2022 പ്രോഫിറ്റിന്റെ കാര്യമാണ് പറയുന്നത്. പ്രോഫിറ്റ് എന്താണ് നമുക്കറിയാം 2021 പ്രോഫിറ്റ് ഇതുവരെയുള്ള പ്രോഫിറ്റ് 3,670 ആണ്. അതിലെന്താണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2,000 ഉണ്ട്. അത് കുറച്ചിട്ടുള്ള എമൗണ്ടിന്റെ പകുതി അതായിരിക്കും എയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 835. സോ 835 പിന്നെന്താണ് ഇൻഷുറൻസ് പോളിസിയുടെ 7,000 നമ്മളെന്താണ് എയുടെ ക്യാപിറ്റലിലേക്ക് എടുത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു 1,000 rupees അൺറെക്കോർഡഡ് ലയബിലിറ്റി ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതെന്താണ് അത് പ്രോഫിറ്റിൽ കുറയാനുള്ളതാണ്.
അതായത് 2000 ആണ് എന്താ പറയുക ആ ലയബിലിറ്റി ആയിട്ട് വരുന്നത്. പക്ഷെ അതിന്റെ പകുതി എ ബിയർ ചെയ്യേണ്ടതായിട്ട് വരും. സോ അതുകൊണ്ടാണ് 1000 റുപ്പീസ് നമ്മളിവിടെ എഴുതിയത്. ഓക്കെ, അപ്പൊ ഇത് ഇനി ബാലൻസ് ചെയ്യുക. ബാലൻസ് എമൗണ്ട് ആണ് എസിന്റെ എക്സിക്യൂട്ടർക്ക് കൊടുക്കേണ്ടതായിട്ട് കാണിക്കുന്നു. ഇവിടെയാണ് അത് മറ്റേ ആ ലയബിലിറ്റിയുടെ കാര്യങ്ങൾ ഇവിടെ നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എക്സാമിന് വരുമ്പോൾ ഇങ്ങനെ നോട്ട്സ് കൊടുക്കുക. കാരണം 2000 എന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് ത്രൂ ആണ് ചെയ്തത്. അപ്പോൾ എന്താണ് ഫർദർ, അതായത് കറണ്ട് ഇയർ പ്രോഫിറ്റിൽ എന്താ പറയുക ഫർദർ അഡ്ജസ്റ്റ്മെന്റ് വേണ്ട, പകരം എന്താ പറയുക ഡിവൈഡ് ബൈ 2 പകുതി ബേസിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്താൽ മതി. ഇനി നമുക്ക് മൂന്നാമത്തെ ഇലസ്ട്രേഷൻ നോക്കാം. അതായത് താഴെ പറഞ്ഞിരിക്കുന്ന ബാലൻസ് ഷീറ്റ് ABC എന്ന് പറയുന്ന LLPയുടെ ബാലൻസ് ഷീറ്റാണ് കൊടുത്തേക്കുന്നത്. ഇതിൽ സി എന്ന പാർട്ണർ മരിച്ചുപോയി. അഗ്രിമെന്റ് പ്രകാരമുള്ള വാല്യൂസ് അസറ്റ്സ് റീവാല്യൂ ആയിട്ടുണ്ട്. അതിൻ്റെ എമൗണ്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗുഡ് വില്ലിൻ്റെ വാല്യൂ 3000 ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ 1000 റുപ്പീസ് എന്താ ചെയ്യുക എക്സിക്യൂട്ടർക്ക് വാസ് പെയ്ഡ് അവേ ടു ദ എക്സിക്യൂട്ടർ ഓഫ് ഡെഡ് പാർട്ണർ. അതായത് പാർട്ണറിൻ്റെ എന്താ പറയുക എക്സിക്യൂട്ടർക്ക് 1000 റുപ്പീസ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ജേർണൽ എൻട്രീസ്, ഗുഡ് വില്ലിൻ്റെ ജേർണൽ എൻട്രീസ്, പിന്നെ റീവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അതൊക്കെ ചെയ്യുക. പിന്നെ എന്താണ് വിച്ച് അക്കൗണ്ട്, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വിച്ച് അക്കൗണ്ട് വുഡ് ബി ഡെബിറ്റഡ് ആൻഡ് വിച്ച് അക്കൗണ്ട് വുഡ് ബി ക്രെഡിറ്റഡ് ഇഫ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ് ഇൻ ബാലൻസ് ഷീറ്റ് വാസ് ടു ബി ഫൗണ്ട് ആസ് അൺനെസറി ടു മെയിൻറ്റെയിൻ അറ്റ് ദി ഡെത്ത് ഓഫ് ദി പാർട്ണർ. ഈ 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. സോ ഇതിൻ്റെ ആൻസേഴ്സ് നോക്കാം. ഒന്ന് ഗുഡ് വില്ലിൻ്റെ അഡ്ജസ്റ്റ്മെന്റിനുള്ള എൻട്രി ആണ്. സോ ഗുഡ് വില്ല് 3000 ആണ്. ഓക്കെ, ഇവിടെ എന്താ പറയുക പാർട്ണേഴ്സ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പറയുന്നില്ല. അപ്പം എന്താണ് അത് ഈക്വൽ ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. സോ 3 പാർട്ണേഴ്സിനും ഗുഡ് വില്ല് ഈക്വലി ആയിരിക്കും. അപ്പോൾ 1000 റുപ്പീസ് ആയിരിക്കും സിയുടെ ക്യാപിറ്റലിൻ്റെ എന്താ പറയുക സി എന്ന് പറഞ്ഞ പാർട്ണറിൻ്റെ ഗുഡ് വില്ലിൻ്റെ ഷെയർ വരിക. സോ അതെന്താണ് എയും ബിയും ഈക്വലി തന്നെ എന്താ പറയുക ഷെയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി റീവാലുവേഷൻ അക്കൗണ്ട് നോക്കാം. റീവാലുവേഷൻ അക്കൗണ്ടിൽ ഓരോ അസറ്റ്സിൻ്റെ റീവാലുവേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബാലൻസ് എമൗണ്ട് 150 ആണ്. അതിൽ 50 റുപ്പീസ് ഈച്ച് വെച്ചിട്ട് 3 പാർട്ട്നേഴ്സിന് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നു. ഇനി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരുമ്പോൾ അവർക്ക് എന്താണ് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. പിന്നെ ജനറൽ റിസർവിൻ്റെ എമൗണ്ട് നമ്മൾ ഈക്വലി ഷെയർ ചെയ്യുന്നു. റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് നമ്മൾ ഈക്വലി തന്നെ ഷെയർ ചെയ്യുന്നു. ഗുഡ് വിൽ എന്താണ് നമ്മൾ സി എന്ന് പറഞ്ഞ പാർട്ണർക്ക് എയുടെയും ബിയുടെയും ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഒരു 1000 റുപ്പീസ് കൊണ്ടുവന്നതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ എന്താണ് അതും കൂടി കഴിയുമ്പോൾ ഓക്കെ, അതാണ് ഇവിടെ എക്സിക്യൂട്ടർക്ക് കൊടുക്കാനുള്ള പേ ചെയ്തേക്കുന്ന എമൗണ്ട് 1000 റുപ്പീസ് ആണ്. സോ അത് നമ്മളിവിടെ ക്യാഷ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നു. ബാക്കി ബാലൻസ് വരുന്നത് എക്സിക്യൂട്ടർക്ക് പേയബിൾ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യും. അതുകഴിഞ്ഞിട്ട് ബാക്കിയുള്ള പാർട്ട്നേഴ്സിൻ്റെ ബാലൻസ് നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ് എന്താ പറയുക ഒരു ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് എന്താണ് ഇത് പാർട്ണർക്ക് ഒരു ഗെയിൻ ആയിട്ട് വരും. അപ്പോൾ ഏതർ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ട് ആണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. സോ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ് ഡെബിറ്റ് ചെയ്യണം. പിന്നെന്താണ് ഈ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അല്ലെങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ട്സിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ 4ാമത്തെ ഇല്ലസ്ട്രേഷനിലേക്ക് കടക്കാം. ഓക്കെ, അതിൽ പറയുന്നത് എന്താണ് BNN പാർട്ട്നേഴ്സ് ആണ്. ഇവരുടെ പാർട്ണർഷിപ്പ് ഡേറ്റിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ അക്കൗണ്ട്സ് 31-ാം തീയതിയാണ് ക്ലോസ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ബിക്ക് 1/2 N 1/3 ഈ ഒരു ബേസിസിലാണ്. പിന്നെ ബാക്കി 1/6 ബാക്കി വരുന്ന 1/6 എന്നാണ് റിസർവ് അക്കൗണ്ടിലേക്ക് ക്യാരി ഔട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഇനി ഒരു പാർട്ണറിൻ്റെ ഡെത്തിൻ്റെ സമയത്ത് എന്താണ് എക്സിക്യൂട്ടർ എന്ത് ചെയ്യും ക്യാപിറ്റൽ ഓഫ് എക്സിക്യൂട്ടറിന് അവകാശപ്പെടുന്നത് ക്യാപിറ്റൽ പുള്ളിയുടെ ഇതിലെ ക്യാപിറ്റൽ, പിന്നെ എന്താണ് പ്രോഫിറ്റ് ഡെത്ത് വരെയുള്ള പ്രോഫിറ്റ്, പിന്നെ ആവറേജ് പ്രോഫിറ്റ്, ലാസ്റ്റ് 3 കംപ്ലീറ്റ് ഇയേഴ്സിൻ്റെ ആവറേജ് പ്രോഫിറ്റ്, പിന്നെ 3 കൊല്ലത്തെ പർച്ചേസിൻ്റെ ബേസിലുള്ള ആവറേജ് 3 വർഷത്തെ ആവറേജ് പ്രോഫിറ്റ്, പിന്നെ പറയുന്ന ട്രയൽ ബാലൻസിൻ്റെ കേസ് ഒരു ട്രയൽ ബാലൻസ് വന്നിട്ടുണ്ട്. പിന്നെന്താണ് പ്രോഫിറ്റ് 3 കൊല്ലത്തെ പ്രോഫിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ പറയുന്നത് N എന്ന് പറയുന്ന പാർട്ണറാണ് ഡൈ ചെയ്തേക്കുന്നത് മരിച്ചേക്കുന്നത്. അതിൻ്റെ കാൽക്കുലേഷൻ, അതായത് ഷെയർ ഓഫ് പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷൻ, ഷെയർ ഓഫ് ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷൻ, അതുപോലെ
എൻ എക്സിക്യൂട്ടർ എന്ന് പറയുന്ന എൻ്റെ അക്കൗണ്ടും കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് എന്താണ്, ആദ്യം എന്നിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് നമുക്ക് അസെപ്റ്റ് ചെയ്യാം. അപ്പോൾ 3 കൊല്ലത്തെ പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് ഇതാണ് വരുന്നത്. എൻ്റെ ആവറേജ് പ്രോഫിറ്റ് 42,000. അപ്പോൾ ഈ 42,000 4 മന്ത്സ് പ്രോഫിറ്റ് 42 ഇൻറ്റു 4/12 വരുമ്പോൾ 14,000 വരും. ഇനി അതിൻ്റെ 2/5 ആണ് എന്ത് പറയുക, എന്നിൻ്റെ ഷെയർ. അപ്പോൾ 55,600 ആയിരിക്കും എന്നിൻ്റെ ആ കൊല്ലത്തെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. ഇനി ഗുഡ് വില്ല് നമുക്കറിയാം ഇതിൻ്റെ ആവറേജ് പ്രോഫിറ്റ് 40,000 ആണ്. അതെന്താണ് 3 ഇയേഴ്സിൻ്റെ പർച്ചേസ് വെച്ച് വരുമ്പോൾ 1,26,000 തന്നെ ഗുഡ് വില്ലായിട്ട് വരും. ഇതിൻ്റെ 2/5 ആണ് എന്ത് പറയുക, എൻ്റെ ഷെയർ. അപ്പോൾ 50,400 എന്താ പറയുക എൻ്റെ ഷെയർ ആയിട്ടും വരും. ഓക്കെ. ഇവിടെ പറയുന്നത് നമുക്ക് 1/2 1/3 ആ ഇതിലാണല്ലോ. അത് റേഷ്യോ പ്രകാരം എടുക്കുമ്പോൾ 3:2 എന്ന് പറയുന്ന റേഷ്യോ വരും. അങ്ങനെയാണ് 2/5 ഷെയർ എന്ന് വരുന്നത്. ഓക്കെ. ഇനി എൻ്റെ എക്സിക്യൂട്ടറിന് എന്തൊക്കെ കിട്ടും? ഒന്ന് ക്യാപിറ്റലിൻ്റെ ബാലൻസ്, എൻ്റെ ക്യാപിറ്റലിൻ്റെ ബാലൻസ്. പിന്നെ എന്താണ് റിസർവ്സിൻ്റെ 2/5 അത് 12,000 കിട്ടും. പിന്നെ എന്താണ് ഗുഡ് വില്ലിൻ്റെ 2/5 എന്താണ് 50,400 കിട്ടും. പിന്നെ എന്താണ് സസ്പെൻസ് അക്കൗണ്ട്, അതായത് പ്രോഫിറ്റിൻ്റെ 2/5 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച 5,600. ഇത്ര എമൗണ്ട് എന്താണ് എൻ്റെ എക്സിക്യൂട്ടറിന് ചാർജ് ആയിട്ടുണ്ട്. അതെന്താണ് ലോണിലേക്ക് മാറ്റാനാണ് ഇവിടെ പറയുന്നത്. എക്സിക്യൂട്ടറിൻ്റെ അക്കൗണ്ടിൻ്റെ ലെഡ്ജറിൻ്റെ ട്രാൻസ്ഫർ എമൗണ്ട് ലോണിലേക്ക് ആകാം. അതായത് എൻ്റെ എക്സിക്യൂട്ടറിൻ്റെ ലോൺ അക്കൗണ്ടിലേക്ക് ഈ എമൗണ്ട് മാറ്റുക. ഓക്കെ. സോ ഇങ്ങനെ ഇതോടുകൂടി 4ാമത്തെ ക്വസ്റ്റ്യൻസ് വരുന്നു. ഇനി എന്താണ് 5ാമത്തെ ഇല്ലസ്ട്രേഷനാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. റിയ, ദിയ, കിയ ഒരു 3 പേരും DRK ഫാബ്രിക്സിൻ്റെ പാർട്ട്നേഴ്സാണ്. ഇവരുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ 2:1:2 എന്ന് പറയുന്ന റേഷ്യോ ആണ്. ബാലൻസ് ഷീറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. കിയ എന്ന് പറയുന്ന പാർട്ണർ എന്ത് ചെയ്തു? പുള്ളി 30 സെപ്റ്റംബറിന് മരിച്ചുപോയി. സോ എന്താണ് പാർട്ണർഷിപ്പ് ഡേറ്റ് പ്രകാരം എന്താണ് പുള്ളി 12% ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യാനുണ്ട്. പക്ഷെ എന്താണ് ഡ്രോയിങ്സിന് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെ എന്താണ് ഡെത്ത്, പാർട്ണറുടെ ഡെത്തിൻ്റെ സമയത്ത് എന്താണ് ഗുഡ് വിൽ ഓഫ് ദ ഫേം എന്താ പറയുക 1 ഇയേഴ്സ് പർച്ചേസിൻ്റെ ബേസിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ട് വേണം ഗുഡ് വിൽ കമ്പ്യൂട്ട് ചെയ്യാൻ. പിന്നെ ആവറേജ് ക്യാപിറ്റൽ പറയുന്നത് 3 lakh ആണ് ഓവർ ദ 4 ഇയേഴ്സ്. അപ്പോൾ അതിൻ്റെ മുകളിലായിരിക്കും ഇൻട്രസ്റ്റും വരുന്നത്. പിന്നെ എന്താണ് ഡെത്ത്, പ്രോഫിറ്റ് ആഫ്റ്റർ ദ ഡെത്ത് ഓൺ ദ ബേസ് ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഓഫ് പ്രീവിയസ് 4 ഇയേഴ്സിൻ്റെ അതിൻ്റെ ബേസിലായിരിക്കും പ്രോഫിറ്റ് കാണാനായിട്ട്. പിന്നെ ഡെത്ത് ഓഫ് ദി പാർട്ണറിൽ ഷീസ് ടു ബി ക്രെഡിറ്റ് വിത്ത് ഷെയർ ഓഫ് പ്രോഫിറ്റ്, അതുപോലെ ഇൻട്രസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരത്തേക്ക് അവകാശപ്പെട്ട് തന്നെയാണ്. പിന്നെ കിയുടെ ഡെത്തിന് ശേഷം എന്താണ് 2 lakh rupees എന്ത് ചെയ്ത് ഇൻഷുറൻസ് ജോയിന്റ് ലൈഫ് പോളിസി പ്രകാരം ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ അപ്രിസിയേഷൻ 20% വന്നിട്ടുണ്ട്. ഫർണിച്ചർ 10% ഡിപ്രിസിയേഷൻ വന്നിട്ടുണ്ട്. ഇൻവെൻട്രി എന്താണ് റീവാല്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് 80,000 ആയിട്ട്. ബാഡ് ഡെപ്റ്റ് 1,750 ആയിട്ടും കാണിച്ചിട്ടുണ്ട്. എമൗണ്ട് പേബിൾ ടു കിയ ക്യാഷ് ആയിട്ട് പേ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അടുത്ത് റീവാലുവേഷൻ അക്കൗണ്ട്, പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. സോ റീവാലുവേഷൻ അക്കൗണ്ടിൽ എന്തൊക്കെ വരും? ഫർണിച്ചറിൻ്റെ ആ റീവാല്യൂഡ് എമൗണ്ട്സ് ഒക്കെ വരും. അതിൻ്റെ പ്രോഫിറ്റ് എന്താണ് 3 പാർട്ണേഴ്സിന് ഓൺ പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇനി പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തൊക്കെ വരും? ഒന്ന് ബാലൻസ് ബ്രോഡ് ഡൗൺ വരും. പിന്നെ എന്താണ് ജനറൽ റിസർവ്, അത് നമ്മൾ എന്താ പറയുക ഓൾഡ് പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിൽ ട്രാൻസ്ഫർ ചെയ്യുക. പിന്നെ എന്തൊക്കെ വരും? ജോയിൻറ്റ് ലൈഫ് പോളിസിയിലെ എമൗണ്ട് എത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്? എത്രയാണ്? 2 lakh. അത് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പക്ഷെ എന്താണ് ഇവിടെ ഒരു എമൗണ്ട് 60,000 ഉണ്ടല്ലോ, അത് ജോയിൻറ്റ് ലൈഫ് പോളിസിയിൽ നിന്ന് കുറയ്ക്കണം. കാരണം ഇതെന്താണ് സറണ്ടർ വാല്യൂ ആണ്. അപ്പോൾ ജോയിൻറ്റ് ലൈഫ് പോളിസിയിൽ സറണ്ടർ വാല്യൂ ഉള്ള എമൗണ്ട് ആണ്. സോ അതുകൊണ്ട് തന്നെ പാർട്ണേഴ്സിന് കിട്ടുന്ന എത്രയായിരിക്കും? ഈ 2 lakh നിന്ന് ഈ 60,000 കുറച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും പാർട്ണേഴ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അതാണ് 56 എന്ന് പറയുന്ന റേറ്റിൽ വന്നേക്കുന്നത്. അപ്പോൾ ഏകദേശം 1,40,000 ആയിരിക്കും 56, 28, 56 1,40,000 ആയിരിക്കും ജോയിൻറ്റ് ലൈഫ് പോളിസിയിൽ നിന്ന് പാർട്ണേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ആയി വന്നിരുന്നത്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടല്ലോ 4,200. ഓക്കെ, അത് വേറെ ഒന്നല്ല 12% ബേസിസിൽ എത്രയാണ് സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ ഇത് ക്ലോസ് ചെയ്യുന്നത്. ബുക്സ് ക്ലോസ് ചെയ്യുന്നത് ഇവിടെ ഡേറ്റ് പറയുന്നുണ്ട് 31 മാർച്ചിനാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ
സിക്സ് മന്ത്സിൻ്റെ ബേസിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നതൊക്കെയാണ് 4200 വരുന്നത്. പിന്നെ എന്താണ് റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റ്സ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് റിയയുടെ ക്യാപിറ്റലിൽ നിന്ന് ദിയയുടെയും ക്യാപിറ്റലിൽ നിന്ന് 60,000 ജോയിൻ ലൈഫ് പോളിസിയുടെ സറണ്ടർ വാല്യൂ ആയ 60,000 നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ടിൽ നിന്ന്, അതായത് പ്രോഫിറ്റ് ഇതുവരെയുള്ള പ്രോഫിറ്റിൻ്റെ എന്താ പറയുക 4 ഇയേഴ്സിലെ ആവറേജ് പ്രോഫിറ്റിൻ്റെ ബേസിസിൽ 6 മന്ത്സിലേക്ക് കമ്പ്യൂട്ട് ചെയ്യുന്ന പ്രോഫിറ്റിൻ്റെ എമൗണ്ടാണിത്. അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വർക്കിങ്സ് ഇവിടെ ഉണ്ട്. അത് എത്തുമ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം. സോ കിയയുടെ ക്യാപിറ്റൽ അതുപോലെ ഇതെന്താണ് മറ്റേ സറണ്ടർ വാല്യൂ ഓഫ് ദി ജോയിൻ ലൈഫ് പോളിസി സറണ്ടർ വാല്യൂ മാറ്റിയേക്കുന്നതാണ്. പിന്നെ ബാങ്കിൽ ഇത് കഴിയുമ്പോഴത്തേക്കും കിയയുടെ ട്രാൻസാക്ഷൻസ് എല്ലാം കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ ബാലൻസ് ബാങ്കിൽ നിന്ന് പേ ചെയ്തതായിട്ട് കാണിക്കുന്നു. ബാക്കിയുള്ള എന്താണ് എക്സ്ട്രാ ദിയയുടെയും റിയയുടെയും ക്യാപിറ്റലിൻ്റെ ബാലൻസുകളായിരിക്കും. ഇവിടെ ബാങ്ക് അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട് പറഞ്ഞത്. അതിന് മുമ്പ് നമുക്ക് എന്താണ് ഗുഡ് വില്ലിൻ്റെ വാല്യൂഷൻ നമുക്കറിയാം, ആവറേജ് പ്രോഫിറ്റിൻ്റെ ബേസിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറിയാം, 3,00,000 12% 36,000. അതും കൂടി എന്താണ് ഈ ആവറേജിൻ്റെ കൂടെ മൈനസ് ചെയ്തിട്ടാണ് അഡ്ജസ്റ്റഡ് ആവറേജ് പ്രോഫിറ്റിലാണ് ഗുഡ് വില്ല് കാണേണ്ടത്. അതിലായിരിക്കും കിയയുടെ ഷെയർ കാണേണ്ടത്. ഇനി എന്താണ് കിയയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ടിൽ ദ ഡേറ്റ് ഓഫ് ഡെത്ത്, അതായത് ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ് കാണുന്നത്. അതെന്താണ് 1,86,000 ആണ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. 6 മന്ത്സ് പ്രോഫിറ്റ് ഇതാണ്. അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറയ്ക്കുക, അപ്പോൾ അഡ്ജസ്റ്റ് പ്രോഫിറ്റ് അതിൻ്റെ 2/5 ആണ് കിയയുടെ ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നത് ആണ് മറ്റേ ജോയിൻ ലൈഫ് പോളിസിയുടെ. ഇതിലെന്താണ് ജോയിൻ ലൈഫ് പോളിസിയുടെ ക്വസ്റ്റ്യനിൽ ബേസ്ഡ് ഓൺ സറണ്ടർ വാല്യൂ മെത്തേഡ് എമൗണ്ട് ഷോൺ ദ ബാലൻസ് ഷീറ്റ് എന്താണ്, അതാണ് JLV പ്രൊസീഡ്, അതായത് മറ്റേ സറണ്ടർ വാല്യൂ എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് -2,00,000 അത് മൈനസ് ചെയ്തേക്കുന്ന എമൗണ്ട് ബാക്കിയാണ് എന്താ പറയുക പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ മെയിൻ പോർഷൻസ് ആയിട്ടുള്ള കൺസെപ്റ്റും അതുപോലെ തന്നെ ഇലസ്ട്രേഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കമ്പയറിൽ ചെറിയ ചാപ്റ്ററാണ്. സോ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ട്രൂ ഓർ ഫോൾസും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ബാക്കിലുള്ള പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഞാൻ ഒരു PDF കൂടി ഓപ്പൺ ചെയ്യാണ്. സോ ഫസ്റ്റ് ബിസിനസ് ഓഫ് പാർട്ണർഷിപ്പ് ഫേം കം ടു ആൻ എൻഡ് ഓൺ ദ ഡെത്ത് ഓഫ് എ പാർട്ണർ. ഒരിക്കലും ഇല്ല. അപ്പോൾ ആദ്യത്തെ തന്നെ ഫോൾസ് ആണ്. സോ ഫോൾസ് ആണ്. രണ്ടാമത്തെ നോക്കാം. ദ ലീഗൽ ഹെയർ ഓഫ് എ ഡിസീസ്ഡ് പാർട്ണർ ഓട്ടോമാറ്റിക്കലി ബിക്കംസ് പാർട്ണർ ഇൻ ദ ഫേം. അങ്ങനെയില്ല, ഫോൾസ് ആണ്. അങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മൾ പാർട്ണർഷിപ്പ് ആകില്ല. പുള്ളിക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ബാക്കി പാർട്ട്നേഴ്സ് പുള്ളിനെ അഡ്മിറ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രമേ അങ്ങനെ ലീഗൽ ഹെയറിന് പറ്റുകയുള്ളൂ. അപ്പോൾ ഫോൾസ് ആണ്. 3. എ റീവാലുവേഷൻ അക്കൗണ്ട് ഈസ് ഓപ്പൺ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഫ് ഡെത്ത് പാർട്ട്ണർ. ഫോൾസ് ആണ്. അല്ല, അത് ട്രൂ ആണ്. ആക്ച്വലി എന്താ പറയുക, ആക്ച്വൽ വാല്യൂസ് കണ്ടെത്താൻ ഡെത്ത് ഓഫ് ദി പാർട്ട്ണറിൻ്റെ സമയത്ത് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അടുത്തത് എനി റിസർവ്സ് അപ്പിയറിംഗ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഓൺ, ഇത് ട്രൂ ആണ് കേട്ടോ, സോറി. ഓക്കെ, any reserve appearing in the balance sheet on the date of death of partner is transferred to all partners capital account and provision ratio. ഇതും ട്രൂ ആണ്. ഫോൾസ് അല്ല സോറി. അഞ്ചാമത്തത് ലീഗൽ ഹെയർ ഓഫ് എ ഡിസീസ്ഡ് പാർട്ണർ ആർ എൻറ്റൈറ്റിൽ ടു ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഉള്ളേ. ഫോൾസ്. കാരണം എന്താണ്, പുള്ളിക്ക് പ്രോഫിറ്റിൻ്റെ ഷെയറും പിന്നെ എന്താണ് ഇൻട്രസ്റ്റിൻ്റെ ഷെയറും ഗുഡ് വില്ലിൻ്റെ ഷെയറൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്തത് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു അഡ്ജസ്റ്റ് ഗുഡ് വിൽ ഓൺ ദ ഡെത്ത് ഓഫ് ദ പാർട്ണർ. ഇത് ഫോൾസ് ആണ്. കാരണം എന്താണ്, ഗുഡ് വിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി ഓൺ ദ ഡെത്ത് ഓഫ് എ പാർട്ണർ കണ്ടിന്യൂയിങ് പാർട്ണർ ക്യാൻ അഗ്രി ടു ചേഞ്ച് ദർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആൻഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇത് ട്രൂ ആണ്. വേണമെങ്കിൽ എന്താണ് കണ്ടിന്യൂ പാർട്ണേഴ്സ് രണ്ടുപേരും എന്താ പറയുക സമ്മതിക്കുകയാണെങ്കിൽ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനും നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള അധികാരമുണ്ട്.
ഓക്കെ. പിന്നെ എന്താണ് പറയുന്നത്, ഓൺ ഡെത്ത് ഓഫ് ദ പാർട്ണർ ദ ഫേം ഗെറ്റ് സറണ്ടർ വാല്യൂ ഓഫ് ജോയിന്റ് ലൈഫ് പോളിസി. ഓക്കെ, അത് ഫോൾസ് ആണ്. കാരണം ഡെത്ത് ഓഫ് ദ പാർട്ണറിന് ഫേം ഗെറ്റ് ദി ഫുൾ വാല്യൂ ഓഫ് സം മെഷർ, അല്ല സറണ്ടർ വാല്യൂ അല്ല, ഫുൾ വാല്യൂ. ജോയിന്റ് ലൈഫ് പോളിസിയിൽ പറഞ്ഞേക്കുന്ന ഫുൾ വാല്യൂ നമുക്ക് എന്താ പറയുക, ഫേമിന് റിസീവ് ചെയ്യുന്നതാണ്. ഓക്കെ. ഇനി ഓൺലി ലീഗൽ ഹെയർ ഓഫ് ഡിസീസ് പാർട്ണർ ആർ എൻറ്റൈറ്റിൽഡ് ടു എമൗണ്ട് റിസീവ്ഡ് ഫ്രം ജോയിന്റ് പോളിസി. ഇതും ഫോൾസ് ആണ്. കാരണം എന്താണ്, ജോയിന്റ് ലൈഫ് പോളിസിയുടെ എമൗണ്ട് അതല്ല, അതായത് ഓൾ പാർട്ട്നേഴ്സിന് ജോയിന്റ് ലൈഫ് പോളിസിയുടെ എമൗണ്ട് റിസീവ് ചെയ്യാൻ അവകാശമുണ്ട്. ഓക്കെ. ഇനി നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ ഇൻ ദ ആബ്സെൻസ് ഓഫ് പ്രോപ്പർ അഗ്രിമെന്റ് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് എൻറ്റൈറ്റിൽഡ് ടു ദ ഡെഡ് പാർട്ട്നേഴ്സ് ഷെയർ ഇൻ ഓൺ ദ പ്രോഫിറ്റ് ടിൽ ഡേറ്റ് ഗുഡ് വിൽ ജോയിന്റ് ലൈഫ് പോളിസി ഷെയർ ഇൻ റീവാല്യൂഡ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഓക്കെ. ഇനി 3. രണ്ടാമത്തെ ക്യാപിറ്റൽ, ഗുഡ് വില്ല്, ജോയിന്റ് ലൈഫ് പോളിസി, ഇൻട്രസ്റ്റ് ഷെയർ ഇൻ റീവാല്യൂഡ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. ഓക്കെ. അടുത്തതിൽ എന്താണ്, ക്യാപിറ്റൽ, പ്രോഫിറ്റ് ഡേറ്റ്, ഗുഡ് വില്ല്, ജോയിന്റ് ലൈഫ് പോളിസി, ഷെയർസ് ആൻഡ് റീവാല്യൂഡ് അസറ്റ്. സി ആണ് കുറച്ചുകൂടി ആയിട്ട്. കാരണം എന്താണ്, ഫസ്റ്റിൽ ക്യാപിറ്റലിന്റെ ഷെയർ കാര്യം പറയുന്നില്ല, സെക്കൻഡിൽ ഈ പ്രോഫിറ്റ് ഡേറ്റിന്റെ കാര്യം പറയുന്നില്ല. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ബെറ്റർ സി ആണ് ഇതിന്റെ കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ. സോ ഒന്നാമത്തെ ആൻസർ സി ആണ്. രണ്ടാമത്തെ എ ബി ആൻഡ് സി ആർ പാർട്ണേഴ്സ് ഇൻ ഷെയർ പ്രോഫിറ്റ് റേഷ്യോ. അത് 2:1:1 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് അവർ ഷെയർ ചെയ്യുന്നത്. ഫേമിന് ജോയിന്റ് ലൈഫ് പോളിസി 1,20,000 കിട്ടി. ബാലൻസ് ഷീറ്റിൽ എന്താ പറയുക, സറണ്ടർ വാല്യൂ 20,000 ആണ് പറയുന്നത്. അപ്പോൾ എയുടെ ഡെത്തിൽ JLPയുടെ ജോയിന്റ് ലൈഫ് പോളിസിയുടെ ഷെയർ എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് 1,20,000 20,000 കുറയ്ക്കുക. അപ്പോൾ 1,00,000 ആയിരിക്കും പാർട്ട്നേഴ്സിന് അവൈലബിൾ ആയിട്ട്. ഇത് 2:1:1 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യാൻ. സോ എന്താണ്, 2/4 എന്ന് പറയുമ്പോൾ 1/8, ഇതിൻ്റെ പകുതി 50,000. അപ്പോൾ എ ആയിരിക്കും അതിൻ്റെ ആൻസർ. എക്ക് 50,000, ബിക്കും സിക്കും 25,000 വെച്ചും കിട്ടും. സോ എ ആണ് ഇതിൻ്റെ ആൻസർ. അടുത്തത് RJD പാർട്ട്നേഴ്സ് ആണ്. അവർ 7:5:4 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ്. ഡൈ മരിച്ചുപോയി. ഗുഡ് വില്ല് എന്താ പറയുക, 3 years പർച്ചേസിൻ്റെ ബേസിൽ 5 years ആവറേജ് പ്രോഫിറ്റിൻ്റെ ബേസിലാണ് കൺസിഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രോഫിറ്റ് ഇവിടെ തന്നേക്കുന്ന എമൗണ്ട്സ് ആണ്. അപ്പോൾ എന്താണ്, ഡിയുടെ ഷെയർ ഓഫ് ഗുഡ് വില്ലാണ് ചോദിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ്, നമുക്ക് 5 കൊല്ലത്തെ പ്രോഫിറ്റിൻ്റെ ആവറേജ് എടുത്താം. സോ 29,600 പ്ലസ് 28,700 പ്ലസ് 28,900 പ്ലസ് 24,000 പ്ലസ് 26,800 ഡിവൈഡഡ് ബൈ 5. സോ 27,600 ആണ് ആവറേജ് പ്രോഫിറ്റ് വരുന്നത്. അതിന് 3 yearsൻ്റെ പർച്ചേസ്. അപ്പോൾ ഗുഡ് വില്ലിൻ്റെ വാല്യൂ വരുന്നത് 82,800 ആണ് വരുന്നത്. ഇതെന്താണ്, പുള്ളിയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണ്, ഡി അല്ല വരച്ചത്, 4/16 ആയിരിക്കും. 16 × 4. സോ 2700 ആണ് പറയുന്നത്. സോ തേർഡിൻ്റെ ആൻസർ എ ആണെന്നാണ് നമുക്ക് അസ്യൂം ചെയ്യാം. സോ എ തന്നെയാണ് എൻ്റെ ആൻസർ. ഇനി RJD പാർട്ട്നേഴ്സ് ആണ്. അവർ നേരത്തെ പറഞ്ഞ പോലെ 7:5:4 റേഷ്യോയിലാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. എന്നിട്ട് പ്രോഫിറ്റ് എത്രയാണ്, കഴിഞ്ഞ 2021-22 24,000 ആണ്. പുള്ളിയുടെ എന്താണ്, 1st April മുതൽ 13th June വരെയുള്ള ഡിയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ട ഇതാണ് ചോദിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് നമുക്കറിയാം 24,000 ആണ്. ഇതെന്താണ്, ടൈം ബേസിസിൻ്റെ ബേസിലാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ 1st April മുതൽ ജൂൺ വരെ, ഏപ്രിൽ മെയ് ജൂൺ 3 മാസത്തേക്ക് /12 ഈ ഒരു ബേസിൽ വേണം ചെയ്യാം. 24,000 × 3 ഡിവൈഡ് ബൈ 12. അപ്പോൾ 6,000 കിട്ടും. ഇതിൻ്റെ കൂടെ എന്താണ്, ഡിയുടെ ഷെയറും കൂടി വരുമല്ലോ, 4/16 × 4 ഡിവൈഡ് ബൈ 16. സോ 1,500 ആയിരിക്കും ഡിക്ക് കിട്ടാൻ പോകുന്ന ഷെയർ. ഇതിൻ്റെ ബി ആണ് ഉത്തരം. ഇനി റിവാലുവേഷൻ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ, റിട്ടയർമെൻറ്റ് ഓഫ് പാർട്ണർ, ഡെത്ത് ഓഫ് ദ പാർട്ണർ, ഓൾ ഓഫ് ദി അബവ്. 3 കേസിലും എന്താ പറയുക, റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്. സോ 5ാമത്തെ സി ആണ്. 6ാമത്തെ നോക്കാം. ഇഫ് 3 പാർട്ണേഴ്സ് എ ബി ആൻഡ് സി പാർട്ണേഴ്സ് ആണ്, അവരെന്താണ് 5:3:2 റേഷ്യോയിലാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. ഡെത്ത് ഓഫ് ദ പാർട്ണറിന് ബി ആൻഡ് സി എന്ന് പറയുക
പേ എയുടെ എക്സിക്യൂട്ടറിന് ഓൺ അക്കൗണ്ട് ഓഫ് ഗുഡ്വില്ലിൻ്റെ ബേസിൽ എന്താ പറയുക പേയ്മെൻറ്റ് നടത്തും എന്നാണ് പറയുന്നത്. ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 3 ഇയേഴ്സിൻ്റെ പർച്ചേസിൻ്റെ ബേസിലാണ്. അപ്പോൾ അതും 3 ഇയേഴ്സ് ആവറേജ് പ്രോഫിറ്റിൻ്റെ 2 ഇയേഴ്സ് പർച്ചേസിൻ്റെ ബേസിലാണ്. സോ പ്രോഫിറ്റ് ലാസ്റ്റ് 3 വർഷത്തെ പ്രോഫിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആവറേജ് നമ്മൾ എടുത്ത് നോക്കാം. 3,29,000 പ്ലസ് 3,46,000 പ്ലസ് 4,05,000 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 2. സോ ഗുഡ്വില്ല് വരുന്നത് 7,20,000 ആണ്. ഇതെന്താണ്? എയുടെ ഷെയർ എന്ന് പറയുന്നത് 5/10 ആയിരിക്കും. ഇത് ഡിവൈഡ് ബൈ 2. സോ 3,60,000 ആണ് എന്ത് പറയുക 3,60,000 ആണ് എന്ത് പറയുക ഇതിൽ എയുടെ ഷെയർ ഗുഡ്വില്ലിൻ്റെ ഷെയർ എന്ന് പറയുന്നത് 3,60,000 ആണ്. ഓക്കെ, എയുടെ ഗുഡ്വില്ലിൻ്റെ ഷെയർ എന്ന് പറയുന്നത് 3,60,000 ആണ്. ഇതെന്താണ്? ഇത് ബിയും സി എന്താണ് അവരുടെ എന്താ പറയുക ഗെയിനിങ് റേഷ്യോയിൽ വേണം ഷെയർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതിൽ വേറെ ഫ്യൂച്ചറിലുള്ള ഇത് പറയാത്തത് കൊണ്ട് തന്നെ ഈ ഒരു എമൗണ്ട് ഇവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ തന്നെയാണെന്നുള്ള ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ എന്ന് നമുക്ക് അസ്യൂം ചെയ്യുക. 5 ഇൻറ്റു 3. സോ 2,60,000 1,44,000 ആണ്. സി ആണ് ഇതിൻ്റെ ഉത്തരം എന്ന് തോന്നുന്നു. അതെ, 6ാമത്തെ സി ആണ്. കാരണം ഇതിൽ വേറെ എന്താ പറയുക പുതിയ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോനെ പറ്റിയോ അല്ലെങ്കിൽ ഇവർ സാക്രിഫൈസ് ചെയ്യുന്നതിനെ പറ്റിയോ ഒന്നും പറയുന്നില്ല. സോ നമുക്ക് എന്താണ് ഇവരുടെ ഓൾഡ് റേഷ്യോ തന്നെയാണ് ഇവരുടെ സാക്രിഫൈസിങ് റേഷ്യോ ആയിട്ട് അസ്യൂം ചെയ്തിട്ട് എന്താ പറയുക സി. അപ്പോൾ എന്താ പറയുക സി ആയിരിക്കും ഇവരുടെ ആൻസർ. ഈ 3,60,000 3/5ഉം 2/5 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു എമൗണ്ട്സ് ആണ് ഇവിടെ മീൻസ് ബിയും സിയും ഗുഡ്വില്ലിൻ്റെ ബേസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട എമൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് ഓഫ് സീഡ്, പ്ലാന്റ് ആൻഡ് ഫ്ലവർ. ഓക്കെ, അത് തന്നിട്ടുണ്ട്. ഇവരുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ സീഡിൻ്റെ 5:3:2 എന്നുള്ള ബേസിലാണ് ഇവരുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ നടക്കുന്നത്. പ്ലാന്റ് ഡൈ ചെയ്തു. ഇപ്പം എന്താണ് ഗുഡ്വില്ല് 3 ഇയേഴ്സ് പർച്ചേസിൻ്റെ ബേസിലാണെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ് ഡിസീസ് പറഞ്ഞിട്ട് എന്താണ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഡെത്ത് വരെയുള്ള ടൈമിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് കൊടുക്കാൻ പറയുന്നുണ്ട്. പിന്നെ എന്താണ് ഫിക്സഡ് അസറ്റ് ഡിപ്രിസിയേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റീവാലുവേഷൻ അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെ റീവാലുവേഷൻ തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് 7,750 എന്താണ് ഇമ്മീഡിയറ്റ്ലി പേ ചെയ്യണം. ബാലൻസ് എന്താണ് പുള്ളിയുടെ ലോൺ അക്കൗണ്ടിലേക്ക് കൊടുക്കണം. അതിന് 9% ഇൻട്രസ്റ്റും ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സമയത്ത് എന്താണ് നെസസറി ജേണൽ എൻട്രീസ് പ്രൊവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. സോ ജസ്റ്റ് ഇതൊന്ന് ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസൊക്കെ കിടക്കാം. അത് ഇത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. പീറ്റർ പോൾ പ്രിൻസ് ഇവർ 3 പാർട്ട്നേഴ്സാണ്. 2:1:1 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് പാർട്ണർഷിപ്പ് ചെയ്യുന്നത്. പാർട്ണർഷിപ്പ് ഡീലിൽ പറയുന്നുണ്ട് ഡെത്ത് റിട്ടയർമെൻറ്റ് ഓഫ് ഡെത്തിൻ്റെ സമയത്ത് താഴെ പറയുന്ന കാര്യങ്ങൾ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് പേ ചെയ്യണം. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്, ഗുഡ്വില്ലിൻ്റെ ഷെയർ അത് 2 ഇയേഴ്സ് പർച്ചേസിൻ്റെ ബേസിലായിരിക്കും ചെയ്യേണ്ടത്. ഷെയർ ഓഫ് പ്രോഫിറ്റ് ബിഗിനിങ് ഓഫ് ദ അക്കൗണ്ട് ഇയർ മുതൽ ഡെത്തിൻ്റെ സമയം വരെയുള്ള എന്താ പറയുക ഷെയർ ഓഫ് പ്രോഫിറ്റ് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അത് പ്രീവിയസ് ചെയ്യേണ്ട പ്രോഫിറ്റിൻ്റെ 25% ഇൻക്രീസ് ഇവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രീവിയസ് പ്രോഫിറ്റിൻ്റെ 25% ഇൻക്രീസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്താ പറയുക ഈ കൊല്ലത്തെ പ്രോഫിറ്റിൻ്റെ ഷെയർ അസർട്ടൈൻ ചെയ്യാൻ. ഫിക്സഡ് ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് 10% പറയുന്നുണ്ട്. അത് പേബിൾ ടു പാർട്ണർ വിൽ നോട്ട് ബി പേബിൾ ഇൻ ദ ഇയർ ഓഫ് ഡെത്ത്. അതായത് ഡെത്തിൻ്റെ സമയത്ത് ഇത് കൊടുക്കേണ്ടതായിട്ടില്ല. പക്ഷെ എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് എന്താണ് നമ്മുടെ പ്രോഫിറ്റിൻ്റെ കമ്പ്യൂട്ടേഷനിൽ ഇതിന് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. എല്ലാ സെറ്റ്സും റീവാല്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എന്താണ് പീറ്റർ മരിച്ചുപോയി 13th സെപ്റ്റംബറിന്. ബുക്ക് ഓഫ് അക്കൗണ്ട്സ് 1st ജനുവരി മുതൽ 31st ഡിസംബറിൽ ഫിനാൻഷ്യൽ ഇയറിലാണ് ക്ലോസ് ചെയ്യുന്നത്. പിന്നെ എന്താണ് നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് പറയുന്നുണ്ട്. പീറ്ററിൻ്റെയും പോളിൻ്റെയും പ്രിൻസിൻ്റെയും 10,000 5,000 5,000 വെച്ചിട്ടായിരുന്നു. പിന്നെ എന്താണ് കറണ്ട് അക്കൗണ്ട് മറ്റേ കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസ് 20,000 10,000 7,000 വെച്ചിട്ടായിരുന്നു. പീറ്ററിൻ്റെ ഡ്രോയിങ്സ് ഉണ്ട് 9,000 പറയുന്നുണ്ട്. പിന്നെ പ്രോഫിറ്റ് ഓഫ് ദ ഫേം ബിഫോർ ചാർജിങ് ഇൻട്രസ്റ്റ് 1 lakh 1,20,000 1,50,000 ആണ്. അപ്പോൾ
ഈ 10% ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ക്യാപിറ്റൽ ഇതിൽ നിന്ന് കുറയ്ക്കേണ്ടതായിട്ടുണ്ട് എന്നിട്ടുള്ള ഇതിലാണ് നമ്മൾ ഗുഡ് വില്ലും പിന്നെ ഷെയർ ഓഫ് പ്രോഫിറ്റും കാണാനുള്ളത്. പിന്നെ പറയുന്ന 2019 പ്രോഫിറ്റ് അസറ്റ്സിൻ്റെയൊക്കെ പ്രോഫിറ്റും സെയിൽ ഓഫ് അസറ്റിൻ്റെ കാര്യങ്ങളുടെ പ്രോഫിറ്റ് ഇതെന്താണ്, ഇത് നമ്മുടെ മുകളിലത്തെ പ്രോഫിറ്റിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. കാരണം എന്താണ്, നോർമൽ പ്രോഫിറ്റാണ് നമ്മൾ എന്താ പറയുക ഗുഡ് വില്ലിനും അതുപോലെ തന്നെ ഷെയറിനായിട്ട് മീൻസ് ഷെയർ ഓഫ് പ്രോഫിറ്റായിട്ട് നമ്മൾ കാണുന്നത്. ജോയിൻറ്റ് ലൈഫ് പോളിസി 1 lakh പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് അവർ ഈ ഇൻഡിവിജ്വൽ എന്താ പറയുക ഇൻഡിവിജ്വലി 50,000 ഈച്ച് വെച്ചിട്ട് വേറെ ഇൻഷുറൻസും ചെയ്തിട്ടുണ്ട്. ഈ ഇതിൻ്റെയൊക്കെ പ്രോഫിറ്റ് എന്താണ് കമ്പനിയിൽ നിന്ന് ഫേമിൽ നിന്ന് തന്നെയാണ് കൊടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ സറണ്ടർ വാല്യൂ 30% ആണ് ഫേസ് വാല്യൂൻ്റെ. പിന്നെ എന്താണ് 13th June എന്താണ് ദ ഫേം റിസീവ് നോട്ടീസ് ഫ്രം ദ ഇൻഷുറൻസ് കമ്പനി ദാറ്റ് ഇൻഷുറൻസ് ഇൻ റെസ്പെക്ട് ഓഫ് ഫയർ പോളിസി ഹാസ് ബീൻ അണ്ടർ ചേഞ്ച് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് 6,000 in the year 2020 and the firm has to pay immediately. അതായത് എന്താണ് വേറൊന്നല്ല, വേറൊരു ഇൻഷുറൻസ് ഇവരുടെ ഫയർ പോളിസിയുടെ ഇൻഷുറൻസിൻ്റെ പ്രീമിയം ചേഞ്ച് വന്നിട്ടുണ്ട് 2021. സോ അതെന്താണ് അത് നമ്മുടെ ഈ പ്രോഫിറ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ എന്താണ് റീവാലുവേഷൻ അസറ്റ് ഇൻഡിക്കേറ്റ് അപ്വേർഡ് റിവിഷൻ ഇൻ വാല്യൂ ഓഫ് അസറ്റ്. അതായത് എന്താ പറയുക അസറ്റിൻ്റെ എന്താ പറയുക 20,000 അപ്വേർഡ് റിവിഷൻ വന്നിട്ടുണ്ട്. പിന്നെന്താണ് ഇപ്പോൾ ഷോയിങ് എമൗണ്ട് ഡ്യൂ ടു അതായത് ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് ഡ്യൂ ചെയ്യുന്ന പോലെ എമൗണ്ട് കാണിച്ചിട്ട് ഇവരുടെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് ആദ്യം എക്സിക്യൂട്ടറിൻ്റെ അക്കൗണ്ടിൽ അത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് വർക്കിങ്സ് ചെയ്യാനുണ്ട്. വർക്കിങ്സ് ചെയ്താൽ നമുക്ക് ഈ എമൗണ്ട്സ് എത്രയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. ആദ്യം ഗുഡ് വില്ലിൻ്റെ ആണ്. ഗുഡ് വില്ലിൻ്റെ എന്താണ് നമ്മൾ 2019-20 ഒക്കെ ബേസിൽ. അപ്പോൾ അതിൽ നമുക്ക് തന്നേക്കുന്ന പ്രോഫിറ്റ് നമ്മളെടുത്ത് ചെയ്യും. പിന്നെ എന്താണ് ക്യാപിറ്റലിനുള്ള ഇൻട്രസ്റ്റ് ഓക്കെ 10% വെച്ചിട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുകയാണ്. സോ പീറ്ററിൻ്റെ 10,000 ആണെന്ന് അറിയാം. ക്യാപിറ്റൽ ഫിക്സഡ് ക്യാപിറ്റൽ വരുന്നത് 10,000 ആണെന്ന് അറിയാം. അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ട് ബാലൻസ് 20,000 ആണെന്ന് നമുക്കറിയാം. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2,000 വെച്ച് ഈച്ച് ഇയറിൽ വരും. പിന്നെ കുറച്ച് അബ്നോർമൽ ഐറ്റംസ് ഉണ്ട്. അതായത് പ്രോഫിറ്റ് ആൻഡ് സെയിൽ ഓഫ് അസറ്റ് അതെന്താണ് അത് നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യേണ്ടതാണ്. അത് നമ്മൾ പ്രോഫിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടാത്തതാണ്. പിന്നെ ഇൻഷുറൻസ് ക്ലെയിം റിസീവ് ചെയ്തും അതും പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യേണ്ടതാണ്. പിന്നെ എന്താണ് ഒരു ഇൻഷുറൻസ് പ്രീമിയം അണ്ടർ ചേഞ്ച് വന്നിട്ടുണ്ട്, അതായത് എക്സ്പെൻസ് കൂടിയിട്ടുണ്ട്. ആ 6,000 നമ്മളെന്താണ് ആ കൊല്ലത്തെ പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കേണ്ടതാണ്. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ 3 കൊല്ലത്തെ ടോട്ടൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ആവറേജ് 1,07,000 വരുന്നു. ഇത് 2 ഇയേഴ്സിൻ്റെ പർച്ചേസ് ആയിട്ട് ചെയ്യുമ്പോൾ ഗുഡ് വില്ല് 2,14,000 വരുന്നു. ഇതിൽ പീറ്ററിൻ്റെ ഷെയർ എന്ന് പറയുന്നത് 2/4 ആയിരിക്കും. അപ്പോൾ 1,07,000 ആണ് പീറ്ററിൻ്റെ ഷെയർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി കഴിഞ്ഞ കൊല്ലത്തെ വെച്ചിട്ട് പീറ്ററിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഈ കൊല്ലത്തെ എത്രയാണെന്ന് നോക്കാം. അപ്പോൾ പ്രോഫിറ്റ് 1,50,000 ആണ്. അതിൽ ഇൻഷുറൻസ് പ്രീമിയം അണ്ടർ ചേഞ്ച് വന്നേക്കുന്നത് 6,000 ആണ്. അത് അഡ്ജസ്റ്റ് ചെയ്തു. ഇത് 1,44,000 വന്നു. ഇതിൽ നിന്ന് എന്താണ് 25% ഇൻക്രീസ് നമ്മൾ നോക്കണം. സോ 36,000 ആണ്. അപ്പോൾ ഈ കൊല്ലത്തെ എസ്റ്റിമേറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1,80,000 ആണ്. ഇതിൽ നിന്ന് എന്താണ് ഇൻട്രസ്റ്റ് പകുതി മാസത്തെ ഇൻട്രസ്റ്റ് നമ്മൾ ലെസ് ചെയ്യണം, 1,000 ലെസ് ചെയ്യണം. അപ്പോൾ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,79,000 ആണ്. ഓക്കെ, അപ്പോൾ ഇനി പകുതി മീൻസ് സെപ്റ്റംബർ വരെയുള്ള 9 മാസത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,34,260 ആണ് വരുന്നത്. ഇതിൻ്റെ പീറ്ററിൻ്റെ ഷെയർ എന്ന് പറയുന്നത് 2/4 ആയിരിക്കും. അപ്പോൾ 67,175 ആണ് എന്താ പറയുക പീറ്ററിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് വരുന്നത്. പിന്നെ പറയുന്നത് പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഓഫ് അസറ്റിൻ്റെ പ്രോഫിറ്റ് റീവാലുവേഷൻ, അതായത് എന്താണ് അപ്വേർഡ് അസറ്റിൻ്റെ ഇത് വന്നു 20,000, അതിൻ്റെ പകുതി എന്താണ് പീറ്ററിൻ്റെ ഷെയർ ആയിട്ട് വരും. ഓക്കെ, പിന്നെ എന്താണ് പീറ്ററിൻ്റെ ഇൻഷുറൻസ് പ്രീമിയം അണ്ടർ ചേഞ്ച് വന്നതിൻ്റെ 6,000, അതിൻ്റെ പീറ്ററിൻ്റെ ഷെയർ 3,000 ആണെന്നറിയാം. പിന്നെ ഷെയർ ലൈഫ് പോളിസി, അതായത് ജോയിൻറ്റ് ലൈഫ് പോളിസി 1 lakh ആണ്. ഇൻഡിവിജ്വൽ പോളിസി 50,000 ആണ്. ഇതിൻ്റെ സറണ്ടർ വാല്യൂ 30,000 ആണ്. ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ വരുമ്പോൾ 1,80,000 ആണ് ഷെയർ ഓഫ് ലൈഫ് പോളിസി വരുന്നത്. അതിൻ്റെ 2/4 പീറ്ററിൻ്റെ ഇതാണ്. അപ്പോൾ 90,000 അതും വരും. ഇനി എന്താണ് നമ്മൾ പീറ്ററിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് പീറ്ററിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാലൻസ് ബോർഡ് ഓൺ 10,000 ആയിരിക്കും.
അതിൻ്റെ കൂടെ എന്താണ് പ്രോഫിറ്റ് ആൻഡ് റീവാലുവേഷൻ, അസറ്റിൻ്റെ റീവാലുവേഷൻ്റെ പ്രോഫിറ്റ്, അതായത് നേരത്തെ കണ്ടുപിടിച്ച ഈ 10,000 നമ്മളെന്താണ് ഫുൾ ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതുന്നു. പിന്നെന്താണ് ഈ ബാക്കി, അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ 20,000 എന്നാ എക്സിക്യൂട്ടീവിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടതാണ്. ഇനി പീറ്റിൻ്റെ കറണ്ട് അക്കൗണ്ട്, ഇപ്പോൾ നമ്മളെന്താണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇത്രയും കാര്യങ്ങൾ വരുള്ളൂ. കറണ്ട് അക്കൗണ്ടിൽ എന്തൊക്കെ വരുമെന്ന് നോക്കാം. കറണ്ട് അക്കൗണ്ട് ബാലൻസ് 20,000 ആണ്. ഇതിനെന്താണ് ഗുഡ് വില്ല് 1,07,000 നമ്മുടെ പുള്ളിയുടെ ഷെയർ ഓഫ് ഗുഡ് വില്ല് വന്നു. പിന്നെ എന്താണ് പ്രോഫിറ്റ് എൻ്റെ ഷെയർ 67,175 വന്നു. പിന്നെന്താണ് ലൈഫ് പോളിസിയുടെ പകുതി 75,000 അതും പുള്ളിക്ക് അവകാശപ്പെടുന്നതാണ്. സോ ആ 75,000 നമ്മൾ ഇതിലേക്ക് എഴുതി. പിന്നെന്താണ് പോൾ ആൻഡ് പ്രിൻസിൻ്റെ 15,000 വെച്ചിട്ട്, അതായത് ഈ 75,000 എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ലൈഫ് പോളിസിയുടെ, ഓക്കെ, പുള്ളിയുടെ ലൈഫ് പോളിസിയുടെ ആണ് 75,000 വരുന്നത്. ബാക്കി എന്താ സറണ്ടർ വാല്യൂവിൻ്റെ പകുതി അതെന്താണ് 15,000, അത് പോൾ ആൻഡ് പ്രിൻസിൻ്റെ നിന്നാണ് വരേണ്ടത്. ഓക്കെ, അതായത് സംഭവത്തിലുള്ള എന്താ പറയുക ഈ 30,000 പകുതി അതെന്താണ് സറണ്ടർ വാല്യൂ ആണ്, അത് മറ്റ് പാർട്ട്നേഴ്സിൻ്റെ നിന്ന് കിട്ടുന്നതാണ്. അത് 15,000 വെച്ച് മറ്റ് പാർട്ട്നേഴ്സിൻ്റെ നിന്ന് കിട്ടി. ബാക്കി എത്രയാണ് 90,000 50,000 പറഞ്ഞാൽ 75,000. ആ 75,000 ആണ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഷെയർ ഓഫ് പോളിസി ആയിട്ട് വരുന്നത്. പിന്നെ എന്താണ് പുള്ളിയുടെ ഡ്രോയിങ്സ് 10,000 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രീമിയം അൺചേഞ്ച്, അത് എക്സ്പെൻസ് കൂടിയതിന് അത് കറണ്ട് അക്കൗണ്ടിലേക്ക് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സോ അത് 3,000 നമ്മളെന്താണ് ഡെബിറ്റ് സൈഡിലായിരുന്നു. അപ്പോൾ ബാക്കി ബാലൻസ് വരുന്ന എമൗണ്ട് എന്താണ് എക്സിക്യൂട്ടറിൻ്റെ അക്കൗണ്ട്. അപ്പോൾ എക്സിക്യൂട്ടറിന് എന്തൊക്കെ കിട്ടണം, ഈ എമൗണ്ട് പിന്നെന്താണ് ഈ 20,000. സോ ഇങ്ങനെ ഇത് ഇത്രയും കമ്പ്യൂട്ടേഷൻ കഴിഞ്ഞിട്ടാണ് നമുക്ക് എക്സിക്യൂട്ടറിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിന് എക്സിക്യൂട്ടറിന് 20,000 2,71,125 കിട്ടും. അതെന്താണ് നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് നമ്മൾ ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അതായത് പേയ്മെൻറ്റിനെ പറ്റി നമ്മുടെ ക്വസ്റ്റ്യൻസിലൊന്നും പറയാത്തത് കാരണം അതാണ് അത് ക്യാരി ഫോർവേഡ് ചെയ്ത് പോകും. പുള്ളിക്ക് എന്താണ് എപ്പോൾ പേയ്മെൻറ്റ് കൊടുക്കണം അതുവരെ ചിലപ്പോൾ ഇൻട്രസ്റ്റ് 6% വെച്ച് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് കമ്പനി കൊടുക്കേണ്ടതായിട്ടും വരും. സോ നമ്മുടെ എന്താ പറയുക ഇങ്ങനെ നമ്മുടെ 10th യൂണിറ്റിൻ്റെ 5th യൂണിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. വളരെ എന്താ പറയുക കഴിഞ്ഞ 4th യൂണിറ്റായിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു യൂണിറ്റാണ്. ജസ്റ്റ് കുറച്ച് കാര്യങ്ങളും കുറച്ച് ടെർമിനോളജീസ് മാത്രമേ ഇതിൽ ചേഞ്ച് വരുന്നുള്ളൂ. ഓക്കെ, സോ ഈ ക്ലാസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ, താങ്ക് യു.